എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. നമ്മള് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് ടോക്സ് നമ്മള് ഭക്തമാനസ ഹംസിക എന്ന പേരില് നമ്മള് ദേവി ഭക്തന്മാർക്ക് കൊടുക്കുന്ന അനുഗ്രഹം അതിനെ കുറിച്ചാണ് ഇപ്പോ 1-2 ദിവസമായിട്ട് നമ്മുടെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ദേവി ഭക്തന്മാരെ കണ്ടു. വരദൻ എന്ന് പറയുന്ന കാളമേഘം, മാനവർ സ്വാമികള്, ഭാരതിയാർ, ഭാസ്കരരായർ, അങ്ങനെ വളരെ എന്താ പറയാ ദേവി ഭക്തിയില് പേര് കേട്ട ദേവി ഭക്തിയിൽ ഉറച്ചിരിക്കുന്ന കുറച്ച് ദേവി ഭക്തരെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ എന്തിനാണ് ഇവരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു നിത്യാനിത്യ വിവേകം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ നമ്മള് ഒരു തന്റെ ശരീരവും വസ്തുക്കളും എല്ലാം തന്നെ ഒരു മിഥ്യയാണെന്ന് ഉറയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കൂടെ നമ്മുടെ ആ മഹാശക്തിയായിരിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരി ഉണ്ട് എന്നുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ജീവിത യാത്രയുടെ തുടക്കം മുതൽ ആ ഒരു അവ്യക്തത്തിൽ നിന്ന് ബിന്ദുവായിട്ട് നാമായിട്ട് കലയായിട്ട് ആ ഒരു പഞ്ചഭൂതങ്ങളാകുന്ന ശരീരമായിട്ട് മനോബുദ്ധികളായിട്ട് അതിനെ പ്രവർത്തിക്കുന്ന ആത്മാവായിട്ട് ദേവി നമ്മളെ ഒരിക്കലും വിട്ടു പിരിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം അറിയുമ്പോൾ മാത്രമാണ് ഈ അമ്മ നമ്മുടെ തുടക്കവും ഒടുക്കവും എല്ലാം അമ്മയിലായിരുന്നു എന്നുള്ള ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഉപാസനാ മാർഗങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഭക്തമാനസ ഹംസിക എന്നുള്ള ഒരു തലക്കെട്ടിൽ പറയാൻ കാരണം ഭക്തരുടെ മാനസം എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള ഒരു ശുദ്ധ ജല തടാകത്തിലാണ് അമ്മ സന്തോഷമായിട്ട് നീന്തി തുടിച്ചിട്ട് തന്റെ കുഞ്ഞിന്റെ കൂടെ സഞ്ചരിക്കാനുള്ള ആ ഒരു എന്താ പറയാ ഒരു സന്തോഷത്തോട് പഴയപടി ഒരു ഭക്തൻ ആ അമ്മയെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അല്ലെ മക്കള് എങ്ങനെയാണ് അമ്മയെ സ്വീകരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അതുവരെ ഒന്നും അറിയാതിരുന്ന ഒരാള് പല കാര്യങ്ങളെ കുറിച്ചും അറിയുകയാണ്. അമ്മയെ തേടി നടക്കുകയായിരുന്നു ഈ ഭക്തന്മാരെല്ലാം തന്നെ അല്ലെ. മക്കൾ അമ്മയെ തേടി നടക്കുകയായിരുന്നു. മക്കൾ എന്നുള്ള ഒരു പൊസിഷൻ വരണമെങ്കിൽ തന്നെ നമ്മൾ അമ്മയെ നന്നായിട്ട് അറിയണം, എന്നാലേ നമുക്ക് അമ്മയുടെ മക്കളാണെന്ന് തിരിച്ചറിയൂ. അതുവരെ നമ്മൾ ഭക്തരും ദാസന്മാരുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടും. അപ്പോ മക്കളാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? അമ്മയെ തേടി നടക്കുന്നത് ഉറച്ചിട്ട് തന്റെ ഉള്ളില് അനാഥരെ പോലെ തേടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം നാഥരുള്ളവരാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ടത് എന്തെന്ന്? അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അമ്മയ്ക്ക് യാതൊരു ഭേദബുദ്ധിയുമില്ല. കാരണം സുഖി, ദുഃഖി, ദരിദ്രൻ, ധനികൻ തുടങ്ങിയ ഒരു ഭേദബുദ്ധിയും അമ്മയ്ക്കില്ല. ആരായാലും അമ്മയെ വിശ്വസിച്ചാല് അതിനുള്ള അനുഗ്രഹം ഉറപ്പായിട്ടും ലഭിക്കും. അതിനുള്ള കുറെ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ട് വന്നത് അല്ലെ. അപ്പോ ഇവിടെ നമ്മുടെ ഭാരത മണ്ണിൽ തന്നെ ജനിച്ച ദേവിയെ ഉപാസകരായിട്ടുള്ള കുറെ നല്ല ഭക്തന്മാരുടെ കഥകൾ നമ്മൾ കേട്ടു. അപ്പൊ ദേവി ഉപാസന കൊണ്ട് ഒരു വ്യക്തിക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു ഹംസത്തെ പോലെ ആകണം. എങ്ങനെയാ ഹംസത്തെ പോലെ ആകുന്നത്? വെള്ളത്തിൽ നിന്ന് പാലിനെ തിരിച്ചറിയണം. ചെളിയിൽ നിന്ന് അതിന്റെ വേരുകൾ ചെളിയിൽ നിന്ന് ഉണ്ടായി വളർന്ന് അതിന്റെ വേരുകൾ ചെളിയിൽ ഉറപ്പിച്ചുകൊണ്ട് ആ അഴുക്ക് പറ്റാത്ത ഒരു തലത്തിലേക്ക് വിടരുന്ന താമരപ്പൂവിനെ പോലെ അല്ലെ. നമ്മളും ഈ ലോകമാകുന്ന ചെളിക്കുണ്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ വേരുകൾ അവിടെയാണ്. പക്ഷെ അഴുക്ക് നമ്മുടെ പുറത്ത് പൊരളാതെ അല്ലെ ആ ജ്ഞാന സൂര്യൻ ഉദിക്കുമ്പോൾ വിടരുന്ന താമരയെ പോലെ ആകണം അല്ലെ. മണ്ണും പഞ്ചസാരയും കൂട്ടിക്കലർത്തിയ ഏറ്റവും ചെറിയ ജീവിയാണ് എറുമ്പെന്ന് പറയുന്നത് അല്ലെ. ആ എറുമ്പ് മണ്ണും പഞ്ചസാരയും ഒന്ന് കൂട്ടി കലർത്തി വെച്ച് നോക്കൂ, അതിനും ആ ഭേദബുദ്ധി അറിയാം. കാരണം എന്താ? മണ്ണ് അവിടെ ഇട്ടിട്ട് പഞ്ചസാര മാത്രം അത് എടുത്തോണ്ട് പോകും. അപ്പൊ മധുരം മാത്രം എടുക്കാൻ ആ ഒരു അറിവ് ആരാ കൊടുത്തിരിക്കുന്നത്? ഉറുമ്പിന് പോലും. അപ്പോ അത് ഈശ്വരിയാണ്. ആ ബോധശക്തി അതിന്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോ ഏത് അഴുക്ക് വെള്ളത്തിൽ കിടന്നാലും മീനിന്റെ ആ ചിതമ്പലുകൾ, നമുക്ക് മീനിന്റെ സ്കിൻ എങ്ങനെയായിരിക്കുന്നത്? തിളങ്ങിയിരിക്കും, നല്ല ഭംഗിയാണ്, ഒരു നല്ല വഴുവഴുപ്പുള്ളത് അല്ലെ. മീനിനെ നമുക്ക് കാണാം, നല്ല ഭംഗിയുള്ള വർണ്ണ മത്സ്യങ്ങളെ നമ്മൾ കാണാറുണ്ട്. അത് സാധാരണ എല്ലാം ശുദ്ധജലത്തിൽ തന്നെ അല്ല. എല്ലാം നമ്മൾ ഇടുമ്പം പല ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ജലം മലിനമാകും. പക്ഷെ മീനിന്റെ ആ തോടെന്ന് പറയുന്ന തൊലി നല്ല മിനുസവും നല്ല ആകർഷണീയമുള്ളതാണ്. എന്താ കാരണം? ഈ അഴുക്കൊന്നും അതിൽ പറ്റാതെ അത് നോക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഈ പരിമിതമായിരിക്കുന്ന ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചത്തില് സത്യം, അസത്യം, നല്ലത്, മോശം, സുഖം, ദുഃഖം ഇതെല്ലാം ഇങ്ങനെ ചേർന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇതിൽ നിന്നെല്ലാം തന്നെ നല്ലതിനെ മാത്രം എടുക്കണം, ഹംസത്തെ പോലെ. അതുകൊണ്ടാണ് ഹംസം എന്നുള്ള പേരിന്
ഇത്ര പരമഹംസം എന്നൊക്കെ പറയാൻ കാരണം നമ്മുടെ ആചാര്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണത്. അവർക്ക് നിത്യം ഏത്, അനിത്യം ഏത്, ശാശ്വതമേത്, നിലനിൽക്കുന്ന ഏതെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ദേവി കൂടെ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം തന്നെ നമുക്ക് നല്ലതിനെ സ്വീകരിച്ച് മോശത്തെ എടുത്തു കളയാൻ ഈ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ എന്തൊക്കെ ത്യജിക്കണം, എന്തിൽ നിൽക്കണം എന്നുള്ള അറിവ് അമ്മ തരും. അവിടെ ജാതി മത ഭേദം ഒന്നും അമ്മയ്ക്കില്ല. എല്ലാ രാജ്യക്കാർക്കും ഒരുപോലെയാണ്. എല്ലാ രാജ്യത്തിലുള്ളതും അവർക്ക് അമ്മയ്ക്ക് മക്കളാണ്. ഇന്നിപ്പോ നമ്മൾ അടുത്ത കഥ കേൾക്കാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷുകാരന് ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹമാണ് അതിന്റെ ഉദാഹരണമായിട്ട്. കാരണം നമുക്കങ്ങനെ ഒരു അതിർത്തി ഭേദവും പാടില്ല. വിശ്വസിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നതാണ് അമ്മ. ഇന്ത്യയിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ട് വന്ന ഒരു ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു എന്താ പറയാ ദേവി ഉപാസകനായിരുന്നു. ദേവി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ ചില സംഭവങ്ങൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ആണ് തന്റെ അമ്മയാണ് തന്റെ ഗതി എന്നുള്ള സത്യത്തെ മനസ്സിലാക്കി കൊടുത്തത്. ഈ അറിവിന് ശേഷം അദ്ദേഹം ദേവിക്ക് എങ്ങനെ ശരണാഗതി ചെയ്തു. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന ദേവി അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തിന് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളത് എന്താണ് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഈ കഥ. ഒരു വളരെ ചെറുതായിട്ട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മള് ഇതുവരെ ഭാരതത്തിലെ കഥകളെല്ലാം കേട്ടത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ബ്രിട്ടീഷുകാരനായിരിക്കുന്ന നമ്മുടെ ഭാഷ വശമില്ലാത്ത ടോട്ടലി വേറൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരാൾ ഇവിടെ വന്ന് അമ്മയുടെ ഈ ഭാരതത്തിലുള്ളവരെ എല്ലാവരെക്കാളും കാളിദാസനെയൊക്കെ പോലെ തന്നെ ഉയർന്ന ഒരു ദേവി ഭക്തൻ എങ്ങനെയായി. അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ പ്രത്യേകതയുള്ളതും മഹത്തരമായിരിക്കും. അനുഭവമാണ് അദ്ദേഹത്തിന് ആ ഒരു അറിവ് കൊടുത്തത്. നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് അദ്ദേഹത്തെ സഹായിച്ചതെന്ന് നോക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലം നമുക്കറിയാം. വെളിനാട്ടിൽ നിന്ന് ഇവിടെ ഒരാളെ പോസ്റ്റ് ചെയ്യും. ഇവിടുത്തെ എല്ലാ ഹയർ പോസ്റ്റുകളും കൊടുത്തിരുന്നത് ഇവിടുത്തെ ആളുകൾക്കല്ല, വെളിയിലത്തെ ആളുകൾക്കാണ്. കാരണം അവരുടെ ഭരണം നമ്മൾ ഒരു അടിമത്തത്തിലാണ് കഴിയുന്നത്. അദ്ദേഹത്തിന് ഭാരതത്തെ വലിയ ഇഷ്ടമുണ്ട്. കുറച്ചൊക്കെ ഇന്ത്യൻ പാരമ്പര്യമൊക്കെ കൾച്ചറും ഒക്കെ അറിയാന്നുള്ളതല്ലാതെ ഇവിടെ ഒന്നിനെ കുറിച്ചും ഇങ്ങനെ ദേവി ഉപാസന ഉണ്ടെന്നോ ഇങ്ങനെ ശൈവം ശാക്തേ എന്നൊക്കെ ഉണ്ടെന്നോ ഒന്നും അറിയില്ലാത്ത, ടോട്ടലി ഇന്ത്യയെ കുറിച്ച് എന്തോ ഒരു ഫാസിനേഷൻ ഉണ്ടെന്നല്ലാതെ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു അദ്ദേഹം. എങ്കിലും കൂടുതൽ അറിയണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ എന്താ പറയാ വന്നവരാണ് ഇവിടെ കൂടുതലും. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളുടെ കാര്യം പറയുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചാൽ ഇവരെയൊക്കെ നമുക്ക് എടുത്തു പറയാൻ കാരണം എന്താ? നമ്മുടെ മണ്ണിൽ ജനിച്ചു വളർന്ന് നമ്മുടെ വേരുകളില് എന്താ പറയാ വേരുകൾ ഉള്ളിൽ ഉണ്ടായിട്ടും അല്ലെ, നമ്മുടെ പാരമ്പര്യം ഉണ്ടായിട്ട് പോലും ദേവി ഉപാസന ഇല്ലാത്ത എത്രയോ പേരുണ്ട് ഈ ഭാരത മണ്ണില്. ഉപാസന തന്നെ വേണമെന്നില്ല. പൂർണ്ണമായിരിക്കുന്ന ശരണാഗതിയോ ഭക്തിയോ നമ്മളിപ്പോ ഈ കാര്യം കാണുന്നതിനുള്ള ഒരു ഉപാസന മാർഗമല്ലാതെ എത്ര പേര് ദേവിയെ സ്വീകരിച്ചിട്ടുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് നമുക്ക് എവരെയൊക്കെ എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പോ ആ ഒരു ചില വിദേശികൾക്ക് ഉറച്ച വിശ്വാസമാണ്. അപ്പോ ഇവിടെ മിക്കവാറും പേർക്ക് നമ്മൾ കാണുന്നത് പിറന്ന നാടും ഈശ്വരനെ ഒന്നും വലിയ വിശ്വാസമില്ല അല്ലെ. വെളിയിൽ നിന്ന് വന്നവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ പുറകെ ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം. അല്ലാതെ നമ്മുടേതായിട്ടുള്ള ഒരു പാത എടുത്ത് ആ ഒരു പാതയിലൂടെ സഞ്ചരിച്ച് നമുക്ക് ആ ഒരു ദേവി തലത്തിൽ എത്തിച്ചേരുന്നവരെയാണ് നമ്മൾ മഹാന്മാരെന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ കഥകളാണ് പഠിക്കുന്നത്. അപ്പോ അതിന്റെ ഫലം പ്രത്യക്ഷമായിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാസ്കരനാരുടെ ജീവിതത്തിന്റെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കളിയാക്കിയിരുന്ന പണ്ഡിതന്മാർക്ക് അല്ലേ, നമ്മുടെ ആ ഒരു ശ്രേഷ്ഠ വ്യക്തികളെ നമ്മൾ മിക്കവാറും കാലം കഴിഞ്ഞിട്ടായിരിക്കും അറിയുക. കാരണം നമുക്ക് അവരുടെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ അവരുടെ കാലം അവർ ജീവിച്ചിരുന്നപ്പോ അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അഭിരാമി ഭട്ടരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് പലരും ഈ പറഞ്ഞ പോലെ കൗളാചാരം വാമാചാരം അല്ലെ ആ ഒരു അറിയാത്തവരാണ് വിമർശകരിൽ കൂടുതലും എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്തിനെ അറിഞ്ഞിട്ടാണോ വിമർശിക്കുന്നത് അത് അറിയാതെയാണ് ഇവരെല്ലാം വിമർശിക്കുക. കാരണം ഇതിന്റെ ബേസിക് എന്താ? അസൂയ തന്നെയാണ്. അപ്പൊ ഭാസ്കരരായരോടുള്ള ചോദ്യങ്ങൾ ചോദിച്ചതും എന്താ പറയാ അതിന്റെ ഉത്തരങ്ങള് അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അവനവന് എന്താ പറയാ സ്വന്തം ചെയ്യാൻ കഴിവില്ല, ബാക്കിയുള്ളവരുടെ ഉയർച്ച അംഗീകരിക്കാനും സാധിക്കില്ല. അപ്പൊ അതിന് ദേവി തന്നെ പ്രത്യക്ഷമായിട്ട് വന്ന് പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ മഹാന്മാരെ ഒന്നും നമുക്ക് അറിയാതെ പോയത്.
കാലത്തിന് ശേഷം അവരെഴുതിയ ഗ്രന്ഥങ്ങളിലൂടെ, ദേവിയെ പുകഴ്ത്തിയ വാക്കുകളിലൂടെയൊക്കെയാണ് നമ്മള് ദേവിയെ അറിയാൻ തുടങ്ങുന്നത്. അല്ലെ? കുങ്കുമാനന്ദ സ്വാമികളെ, ഭാസ്കരരായർ എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ പറയാ, ഇപ്പോഴാണ് നമ്മള് അവരെങ്ങനെ എത്രയും വലിയ ദേവീ ഭക്തരായി, അല്ലെ? അപ്പൊ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്നവരെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക്. കാരണം ഇത് വെളിനാട്ടിൽ നിന്ന് വന്ന ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ബുക്കുകളൊക്കെ തന്നെ വളരെ നമുക്ക് നോക്കാം. അദ്ദേഹം ആരായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം ഭാരതത്തിൽ വന്ന്, ഇന്ത്യയിൽ വന്ന് ഇത്രയും പോപ്പുലർ ആയി എന്ന്. അപ്പോ നമ്മുടെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഓരോരുത്തരെയും ഇംഗ്ലണ്ടിൽ നിന്ന് ഹൈ പോസ്റ്റിലൊക്കെ ഇവിടെ അയക്കുന്നതെല്ലാം ബ്രിട്ടീഷുകാരാണ്. ഇത് വെളിനാട്ടിൽ നിന്നൊരു മജിസ്ട്രേറ്റ് ആയിട്ട് നിയമനം കിട്ടിയ വന്ന ആളാണ്. ബംഗാൾ പ്രസിഡൻസിയിലായിരുന്നു അദ്ദേഹം. ആ സമയത്ത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. ധാരാളം ഹിന്ദു യോഗികള്, സന്യാസിമാര് ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും. കാരണം വെറുതെ കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത് ഒരു സാധാരണമായിരുന്നു. കാരണം അവരുടെ ആ ഒരു ധാർഷ്ട്യം കാണിക്കാൻ, ബ്രിട്ടീഷുകാര് നമ്മളെ ഭരിക്കുന്നു, നമ്മൾ അടിമകളാണ്, അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ ഭാരതദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ദേശഭക്തി ഉള്ളവരെയൊക്കെ വളരെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കും. എന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ അവർക്ക് കേസുകളൊക്കെ ഉണ്ടാക്കി അവരെ ജയിലിൽ അടയ്ക്കും. അങ്ങനെ എന്താ പറയാ, ഒരു ദിവസം ഈ മജിസ്ട്രേറ്റ് ആണ് എന്താ പറയാ തീരുമാനം എടുക്കുന്നത്. ഈ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പില് ഒരു ദിവസം ഈ സമയത്ത് ഒരു ദിവസം ഒരു യോഗിയെ കേസിന് ആസ്പദമായിട്ട് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അപ്പൊ സന്യാസിക്കെതിരെ ധാരാളം ആരോപണങ്ങളാണ് ഉള്ളത്. എന്നാലും മജിസ്ട്രേറ്റിന് ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒന്നും വിശ്വസിക്കാൻ തോന്നിയില്ല. അഡ്വക്കേറ്റ് ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ, കേസ് ചാർജുകളെല്ലാം ഇങ്ങനെ വായിക്കുകയാണ്. ധാരാളം. ഒരു സന്യാസിക്ക് എന്താണ് ഇത്രയും ചാർജുകൾ? അതിന്റെ സ്വന്തം മണ്ണിന് വേണ്ടി, ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. അതിനെല്ലാം വളച്ചൊടിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ കുറെ ചാർജുകൾ പറഞ്ഞു. പക്ഷെ ഈ മജിസ്ട്രേറ്റ് ആയിരിക്കുന്ന ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളിന് എന്തോ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് തോന്നിയില്ല എന്ന് മാത്രമല്ല, യോഗിയുടെ മുഖത്ത് അസാധാരണമായിരിക്കുന്ന ഒരു പ്രകാശം ദർശിക്കുകയും ചെയ്തു. അപ്പൊ കേസെല്ലാം കേട്ടു. നന്നായിട്ട് പഠിച്ച് വിധി പറയാം എന്ന് മജിസ്ട്രേറ്റ് ഉത്തരവിടുകയും ചെയ്തു. ഇദ്ദേഹത്തിന് യോഗിയെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇദ്ദേഹത്തെ താൻ താമസിച്ചിരുന്ന സ്ഥലത്തെ ആദ്യം സന്യാസിയെ പാർപ്പിച്ചിരുന്ന ആ ഒരു സെല്ലിലെത്തി. നമുക്കറിയാം, കുറ്റം ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കോടതി നമ്മൾ വിധിച്ചത് ഒരു ജയിലില്, ഈ സ്വാതന്ത്ര്യ ഭടന്മാരെന്ന് പറഞ്ഞ തന്നെ വലിയ സെല്ലുകളാണ് അന്ന് ഉണ്ടായിരുന്നത്. കാലാപാനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഉള്ള ഇദ്ദേഹത്തെയും ഒരു സെല്ലിൽ അടച്ചിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ ചെന്ന് കണ്ട് എന്താണെന്ന് ചോദിക്കണമെന്ന് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയാണ് മജിസ്ട്രേറ്റിന്റെ. അങ്ങനെ അദ്ദേഹം തനിയെ താമസിപ്പിച്ചിരുന്ന ആ ജയില് അല്ലെങ്കിൽ ആ മുറി അവിടെ എത്തി. അപ്പൊ സന്യാസി വന്നു, അദ്ദേഹത്തിന്റെ അടുത്ത് പല കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചു, പറഞ്ഞു. പിന്നെ മജിസ്ട്രേറ്റ് വളരെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് യോഗിയോട് പറഞ്ഞു. യോഗി പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിൽ തനിയെ മുറികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ടോ എന്ന് പറഞ്ഞു. അവിടെ എന്നെ കൊണ്ടുപോയി അടച്ച് കതകൊക്കെ നന്നായിട്ട് പൂട്ടണം, ജനല് പോലും തുറക്കരുത്, ഞാൻ തട്ടി ആഹാരം ആവശ്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് തരാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കതകൊന്നും തുറക്കുക കൂടി ചെയ്യരുതെന്ന് പറഞ്ഞു. എന്താണ് അപ്പൊ ഈ പറഞ്ഞത്? മജിസ്ട്രേറ്റിന് വലിയൊരു കൊട്ടാരം, ബംഗ്ലാവാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉയർന്ന എന്താ പറയാ അന്ന് നമ്മുടെ ഈ ഭാരതത്തിൽ കൊടുക്കാൻ പറ്റും, നമ്മൾ അംബാസിഡർ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പോസ്റ്റ് ആണ് അന്നത്തെ കാലത്ത്. വിധിന്യായം നടപ്പാക്കുന്ന ആളാണ് മജിസ്ട്രേറ്റ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് വന്നത്, കുടുംബമില്ല. അദ്ദേഹം താമസിക്കുന്ന വലിയ ബംഗ്ലാവിൽ ധാരാളം മുറികൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ആവശ്യപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രഹസ്യം പോലെയാണ് ഇദ്ദേഹം ചോദിച്ചത്. ഈ യോഗി പറഞ്ഞ കാര്യം കേട്ടിട്ട് യോഗി അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കളുടെ ബംഗ്ലാവില്, ഇത്രയും വിശാലമായിരിക്കുന്ന ബംഗ്ലാവിൽ ഒരു മുറി എനിക്ക് തരൂ, അവിടെ എന്നെ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം നിങ്ങൾ കതകടയ്ക്കുക, എനിക്ക് ഭക്ഷണം പോലും തരരുത്, മുറി അടയ്ക്കണം. എന്താണ് രഹസ്യം എന്ന് നമുക്കറിയില്ല, പറഞ്ഞത് എന്താണ് അവര് തമ്മില്. പക്ഷെ യോഗി ഇങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോ മജിസ്ട്രേറ്റ് പറഞ്ഞു, ശരി, എന്നാലല്ലേ അദ്ദേഹത്തിന് വാച്ച് ചെയ്യാൻ പറ്റൂ, ഒരു ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണമല്ലോ, എന്നാലല്ലേ അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. അങ്ങനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിന്റെ ആ ഒരു കൊണ്ടുവന്നു, സന്യാസിയെ കൊണ്ടുവന്നു. അവിടെ മുകളിലത്തെ അറയില് യോഗിയെ അടച്ചു. അപ്പോൾ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ആദ്യത്തെ ദിവസം തന്നെ മജിസ്ട്രേറ്റ് വളരെ ശ്രദ്ധയോടുകൂടി ഇദ്ദേഹത്തിന്റെ ചലനങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോയി മുറിയിൽ അടച്ചു. പിന്നെ യാതൊരു കാര്യങ്ങളും അറിയില്ല. കാരണം അദ്ദേഹം ഭക്ഷണം ചോദിച്ചില്ല, കതകില് തട്ടിയില്ല,
മാത്രമല്ല എന്താ പറയാ, ആദ്യത്തെ ദിവസം യാതൊരു വിധത്തിലുള്ള ചലനങ്ങളോ അനക്കമോ ഒന്നും മുറിയിൽ നിന്ന് കേട്ടില്ല. ഇപ്പൊ 2-ാം ദിവസമായി. ഇപ്പൊ 2-ാം ദിവസം വൈകിട്ട് കതകില് തട്ടുന്ന ശബ്ദം കേട്ടു. 2-ാം ദിവസം, ആദ്യത്തെ ദിവസം ഒന്നും കേട്ടില്ല, പിറ്റേ ദിവസം വൈകിട്ട്. അപ്പൊ മജിസ്ട്രേറ്റ് വളരെ ആകാംക്ഷയോടുകൂടി കോടതിയിൽ പോലും പോകാതെ, എന്താണ് നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു ആളിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ അദ്ദേഹത്തിന് ജീവൻ അപായം വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും അല്ലെ. ഇപ്പൊ ഇദ്ദേഹം ഒരിടത്തും പോവാതെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇദ്ദേഹം എപ്പോഴാ വിളിക്കുന്നത്? മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം വൈകുന്നേരം മുറിയിൽ തട്ടിയപ്പോ സന്തോഷത്തോടെ ഓടിച്ചെന്നു, കതക് തുറന്നു, വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു മുഖ്യ പ്രശ്നമാണ് യോഗിയോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഉത്തരത്തിനാണ് ഈ മജിസ്ട്രേറ്റ് കാത്തിരുന്നത്. ഇനിയാണ് പ്രശ്നം എന്താണെന്ന് പറയാൻ പോകുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഈ മജിസ്ട്രേറ്റിന്റെ ഭാര്യയും മകളും ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ പെട്ടെന്ന് ഒരു യുദ്ധം തുടങ്ങി. ഇന്റേണൽ വാർസ് എന്നൊക്കെ പറയും. അപ്പോ ആ ഒരു ബോംബ് ഷെല്ലിംഗ് ഒക്കെ ആയിട്ട് വളരെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയമാണ് ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം. അങ്ങനെ ഇവര് താമസിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ ഫാമിലി, ഭാര്യയും മകളും താമസിച്ചിരുന്ന സ്ഥലത്തായിരുന്നു ഈ പറഞ്ഞ എന്താ പറയുക സംഭവം, ബോംബൊക്കെ ഇട്ടത്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എല്ലാം ആകെ തകരാറിലായി. അവരവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു വിഷമഘട്ടത്തിലായി ഇദ്ദേഹം. കാരണം അന്ന് നമ്മുടെ ഇതുപോലെ മൊബൈൽ ഫോണുകളോ ഒന്നുമില്ല. നമുക്കിങ്ങനെ ട്രങ്ക് ബുക്ക് ചെയ്ത് ട്രങ്ക് കോൾസ് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം കൽക്കട്ടയിൽ താമസിക്കുന്നു. അത് ഭാര്യയും മകളും ഇംഗ്ലണ്ടില്. അപ്പൊ അവിടെയാണ് ഈ ബോംബ് ഷെല്ലിംഗ് നടന്നപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാ കമ്മ്യൂണിക്കേഷനും, അതായത് പണ്ടത്തെ കാലത്ത് വളരെ മിനിമമേ ഉള്ളൂ. അതും നമ്മൾ ഫോണൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം. ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പോലും തകരാറായി പോയി. അപ്പൊ ഇദ്ദേഹം എന്താ പറയാ, വളരെ വളരെ ദുഃഖിതനായി. കാരണം എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലേ, ഭാര്യയും മകളും അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ ഇനി എന്താണ്, എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല. ഇതായിരുന്നു എന്താ പറയാ അവിടെ വെച്ചിട്ട് ആ സെല്ലിൽ ചെന്ന് കണ്ടപ്പോ ഈ മജിസ്ട്രേറ്റ് യോഗിയോട് പറഞ്ഞത്. ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. നിങ്ങളുടെ ഈ ആരോപണങ്ങൾ ഒന്നും ഞാൻ കേട്ടില്ല. എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു വിഷമമായിരുന്നു. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാൻ പറ്റുമോ എന്നാണ് പേഴ്സണലി സെല്ലിൽ ചെന്ന് കണ്ടപ്പോ ഈ ഇദ്ദേഹം ചോദിച്ചത്. അപ്പോ എന്റെ ഭാര്യയ്ക്കും മകൾക്കും എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഞാൻ. അപ്പോ എന്താ പറയാ, അങ്ങക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കാരണം ഈ യോഗികൾ എന്ന് പറയുമ്പോൾ മനസ്സ് വായിക്കാനും ആ ഒരു ഒരു പ്രഡിക്ഷൻസ് ചെയ്യാനും ഒക്കെ കഴിവുള്ളവരാണ്. ഇൻറ്റ്യൂഷൻസ് ഒക്കെ ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് ഇദ്ദേഹം കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോ തന്റെ ഈ യോഗിയെ 2 ദിവസം അടച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഇത് കാണുന്നത്. അപ്പൊ യോഗി പുറത്തു വന്നു. അപ്പൊ യോഗിയോട് ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ? ഞാൻ വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞിട്ടാണ് യോഗി വന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അവിടെ ബോംബ് ഷെല്ലിംഗ് ഒക്കെ നടന്നു. അതുകൊണ്ട് അവർ അവിടം വിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി. ഇപ്പോൾ വിവരം അറിയിക്കാൻ സാധ്യമല്ല. കാരണം എന്താ, അവര് ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അവിടെ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നും ശരിയാക്കിയിട്ടില്ല. അവരിപ്പോ താമസിച്ചിടത്തുനിന്ന് മാറി താമസിച്ചു. നിങ്ങൾക്ക് വിഷമിക്കാനായിട്ട് ഒന്നുമില്ല. അപ്പൊ മജിസ്ട്രേറ്റ് വളരെ ഇങ്ങനെ എന്താ പറയാ, വിശ്വസിക്കണോ വേണ്ടയോ? ഇദ്ദേഹം ഇങ്ങനെ ഒരു മുറിക്കകത്ത് ഇരുന്ന് 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞത്? ഇതൊക്കെ സത്യമാണോ? അല്ലെ, ഇന്ത്യയിൽ ഇങ്ങനെയുള്ള, ഭാരതത്തിൽ ഇങ്ങനെയുള്ള യോഗികൾ ഉണ്ടെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അനുഭവമില്ല. വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം. അപ്പൊ ഒരു ഭാഗത്ത് വിശ്വസിക്കണം എന്നുണ്ട്, പിന്നെ സത്യം അറിയാതെ വിശ്വസിക്കാനും സാധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു ഭാര്യയ്ക്കും മകൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. രണ്ടും വല്ലാത്ത ഒരു സമ്മിശ്രിതമായിട്ടുള്ള ഒരു തലത്തിലായി ഇദ്ദേഹം. അപ്പൊ യോഗിയെ തിരിച്ചു കൊണ്ടാക്കി കേസിന്റെ വിധി പിന്നെ പറയാന്ന് വെച്ചു ഇദ്ദേഹം. പിറ്റേ ദിവസം മജിസ്ട്രേറ്റിന്റെ മകൾ എവിടെ നിന്നോ വളരെ ബുദ്ധിമുട്ടി വിളിച്ചു. കാരണം എവിടെയോ ദൂരെ പോയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിച്ച് എവിടെയോ പോയിട്ട് ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ എന്താ പറയാ, അവിടെ ബോംബ് ഷെല്ലിങ് കാരണം പുതിയ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിരിക്കുന്നത്, വിഷമമൊന്നുമില്ല, അച്ഛൻ വിഷമിക്കണ്ട. അപ്പൊ ഇതൊക്കെ കേട്ട് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. കാരണം പിന്നെയുള്ള സംഭാഷണം, അതായത് അവസാനിക്കുന്നതിന് മുമ്പ് മകൾ ഒരു കാര്യം കൂടി പറഞ്ഞു. അതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ കുട്ടി പറഞ്ഞത്, അച്ഛൻ അയച്ച, അതായത് ഞങ്ങളെ പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിച്ച ഒരു യോഗി അച്ഛൻ ഭാരതത്തിൽ നിന്ന് അയച്ചല്ലോ, ആ യോഗിക്ക് പ്രത്യേകം നന്ദി പറയണം എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം വളരെ എന്താ പറയാ ഇമോഷണലായി, വളരെ ഷോക്ക്ഡ് ആയി എന്നൊക്കെ പറയില്ലേ. മകൾ ഇങ്ങടെ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ ഒന്നും ആരും ഇടയ്ക്ക് നിന്നിട്ടില്ല. എല്ലാം വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് അദ്ദേഹവും
യോഗിയുമായിട്ട് രഹസ്യമായിട്ട് നടത്തിയ സംഭാഷണത്തിന്റെ പേരിലാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. അപ്പൊ തന്റെ മകള് ഇങ്ങോട്ട് വിളിക്കുന്നു. ഇതിനകത്ത് യോഗിക്ക് വിളിക്കാനോ ഇവിടുന്ന് അങ്ങോട്ട് മകളെ വിളിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഈ കുട്ടി മകള് പറയുകയാണ്, അച്ഛൻ അയച്ച യോഗി, ഭാരതത്തിൽ നിന്ന് വന്ന യോഗി ഞങ്ങളെ ഒരുപാട് സഹായിച്ചു, ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചു, അദ്ദേഹത്തോട് നന്ദി പറയണമെന്ന്. ആ യോഗിയുടെ പേര് ഇന്നും ആർക്കും അറിയില്ല. പക്ഷെ ആ മജിസ്ട്രേറ്റ് ഇന്നും ഭാരതം അറിയണു. കാരണം അദ്ദേഹമാണ് ശാക്തേയ ഉപാസകനായിട്ട് ശാക്തേയ തന്ത്രങ്ങളിൽ ഗവേഷണം നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതി അതിൽ അദ്വിതീയനായി തീർന്ന അദ്ദേഹത്തിന്റെ പേരാണ് ആർതർ ആവലോൺ. അദ്ദേഹം മാറ്റിയതാണ് അദ്ദേഹത്തിന്റെ പേര്. കാഞ്ചി പെരിയവരുടെ അനുഗ്രഹം പോലും നേടി. ജോൺ വുഡ്രോഫ് എന്ന പേരിൽ മജിസ്ട്രേറ്റ് ആയിട്ട് വന്ന ഭാരതദേശത്ത് വന്ന അദ്ദേഹം എങ്ങനെയാണ് ആർതർ ആബിലോൺ എന്ന് പറഞ്ഞ ആളായിട്ട് മാറി? ഇത്രയും ശാക്തേയ പുസ്തകം, ഒരുപാട് ബുക്കുകൾ, ഫോർ ദ ബിഗിനേഴ്സ്, ശ്രീവിദ്യ ഫോർ ദ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞ ഗാർലൻഡ് ഓഫ് ലെറ്റേഴ്സ്, ശിവ ആൻഡ് ശക്ത, ഒരുപാട് ബുക്കുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ പരാശക്തിയുടെ ഒരു ഉയർന്ന ഒരു ഉപാസകനായിട്ട് അദ്ദേഹം എങ്ങനെ മാറി? ശാക്തേയ ഉപാസന ഭാരതത്തിന്റെ ഏറ്റവും പഴയ ഉപാസനാ മാർഗമാണ്. ഇപ്പൊ കാളിദാസൻ എന്നുള്ള കവിയെ കാളിദാസനെ തുടങ്ങി സുബ്രഹ്മണ്യ ഭാരതി വരെ നീണ്ടു നിൽക്കണു അല്ലെ? ആ കഥാപാത്രങ്ങള് ദേവിയുടെ അനുഗ്രഹമുള്ള. അപ്പൊ ഈ ആർതർ ആവലോൺ എന്ന് ഇന്നും ശാക്തേയ തന്ത്രശാസ്ത്രത്തില് ശ്രീവിദ്യ ഉപാസനയില് പലരും റഫറൻസ് ഈ പറയുന്ന എന്താ പറയുക, ഇംഗ്ലണ്ടിൽ നിന്ന് ജനിച്ചു വളർന്ന ജോൺ വുഡ്രോഫിന്റെ ബുക്കുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഭാരതത്തിലുള്ളവർ പോലും ഇന്നും എന്താ പറയാ പല റഫറൻസുകളും നടത്തുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ബുക്കുകളാണ് എഴുതിയത്? അദ്ദേഹത്തിന്റെ കഥകളൊക്കെ തന്നെ വളരെ ഉയർന്ന അദ്ദേഹത്തിന്റെ തന്നെ ഓട്ടോബയോഗ്രഫി പോലെ ഒരെണ്ണമുണ്ട്. അദ്ദേഹം ദേവിയുടെ ഉപാസനയിൽ ഓരോ ക്ഷേത്രങ്ങളിൽ നടന്നത്, തന്ത്രശാസ്ത്രം പഠിച്ചത്, അതിൽ മന്ത്രദീക്ഷ സ്വീകരിച്ചത്, അതിൽ അത്യുന്നത നിലയില് ഈ പറയുന്ന ഗാർലൻഡ് ഓഫ് ലെറ്റേഴ്സിൽ 51 അക്ഷരങ്ങൾ എവിടെയൊക്കെയാണ് നമ്മുടെ ആധാര ചക്രങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് ഡീപ്പായിട്ടുള്ള അദ്ദേഹം അത്രയും ഉയർന്ന അറിവുള്ള ഒരാളായിരുന്നു. അപ്പോ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഈ ദേവി ആരാണെന്ന് പോലും അറിയില്ല അല്ലെ? ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങള് അദ്ദേഹത്തിനെ കൊണ്ട് ഈ അമ്മയാണ് തന്റെ ഗതി എന്നുള്ള സത്യത്തെ മനസ്സിലാക്കി കൊടുത്തു. ആ അറിവിന് ശേഷം ദേവിക്ക് ശരണാഗതി ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. ഇന്നും തമിഴ്നാട്ടിലെയും മറ്റും ദേവീ ക്ഷേത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ദേവിക്കുള്ള പള്ളിയറ, ആഭരണങ്ങള്, പാതുകങ്ങള് എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് വിദേശത്തുള്ളവരാ. അവര് നമ്മളെ പോലെയല്ല. ടോട്ടലി അമ്മയ്ക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, അവർക്കൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സംശയമില്ല. നമ്മളാണെങ്കിൽ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ അത് മറക്കും ഇല്ലേ? അവരങ്ങനെയല്ല. പിന്നെ ദേവിക്ക് ഹോൾ ഹാർട്ടഡ്ലി സറണ്ടർ ആണ്. അപ്പൊ നമുക്ക് ആ ദേവിക്കുള്ള എന്തൊക്കെ ആഭരണങ്ങളാണ് നമുക്കറിയാം. 2 പാതുകങ്ങള്, സ്വർണ്ണ പാതുകങ്ങൾ മധുര മീനാക്ഷിക്ക് സമർപ്പിച്ച ഒരു എന്താ പറയാ ഒരു സായിപ്പും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വളരെയധികം വിശ്വാസമായിരുന്നു. ഇങ്ങനെ ഒരു കഥ നമുക്കറിയാം അല്ലെ? ആ അമ്മയുടെ രോഗം മാറിയതും ഒക്കെ അതുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്ത ഒരുപാട് വിദേശീയര് ദേവി ഉപാസകരായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ മധുരയില് ഭവാനി തുടങ്ങി എത്രയോ ക്ഷേത്രങ്ങളിൽ ഉദാഹരണമായിട്ടുണ്ട്. ദേവിയെ വിശ്വസിച്ച് അമ്മയ്ക്ക് ശരണാഗതി ചെയ്താൽ പിന്നെ ആർക്കും അവിടെ ജാതി ഭേദ മതഭേദമന്യേ എല്ലാവർക്കും അമ്മ എന്തും ചെയ്തു കൊടുക്കുമെന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. അമ്മയ്ക്ക് വലിയ പൂജയൊന്നും വേണ്ട അല്ലെ? ഗതിസ്ത്വം എന്ന് മാത്രം പറഞ്ഞാൽ മതി, മനസ്സറിഞ്ഞ് പറഞ്ഞാൽ മതി. അമ്മ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞു ചെന്നാൽ പിന്നെ യാതൊരു ഒരു കോപവും കൂടാതെ എല്ലാം എന്താ പറയാ അതിനൊരു ലോഭം കാണിക്കാറില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നമ്മൾ സ്വയം പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് മക്കളോട് കോപമില്ല അല്ലെ? ആ അമ്മ വാരി അവർക്ക് കൊടുക്കും, അവരെ സംരക്ഷിക്കും. അങ്ങനെയുള്ള ദേവിയാണ് ഈ ജഗദംബിക. അമ്മയെ പൂജിച്ച് മുക്തി നേടിയവരുടെ അനേക മഹത്തുക്കളുടെ കഥകൾ ഇപ്പൊ നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലെ? അപ്പോ ഇങ്ങനെ നമ്മൾ എങ്ങനെ അമ്മയെ പൂജിച്ചു, അവരുടെ ഹൃദയത്തെ മാനസരോവരമാക്കി എങ്ങനെ തീർക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി വരികയാണ് അല്ലെ? അവിടെ നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി. അമ്മ മാത്രമല്ല, നമ്മുടെ ഗുരുരൂപിണിയായിട്ട് ഏതൊക്കെ തലങ്ങളിൽ ഏതൊക്കെ ആവശ്യങ്ങൾ വരണോ അവിടെ അമ്മ മന്ത്രസ്വരൂപം. എന്താ അമ്മയുടെ? അമ്മ ഗുരുവാണ് അവിടെ അല്ലെ? അപ്പൊ മന്ത്രസ്വരൂപിണിയായിട്ട് ഗുരുവായിട്ട് അപ്പൊ നമ്മള് അമ്മയെ വിശ്വസിക്കുക. ശ്രീവിദ്യ ഉപാസനയില് ഗുരു പരമ്പര എന്ന് പറയുന്നത് തന്നെ അമ്മയാണ്. ആ സദാശിവനിൽ തുടങ്ങുന്ന പരമ്പര, അവിടുന്ന് ഭഗവാനിൽ നിന്നാണ് ദേവിയുടെ പരമ്പര തുടങ്ങുന്നത്. അപ്പൊ നമ്മള് ഇങ്ങേ അറ്റത്തെ
ആ ഒരു നമുക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് ഗുരുവിനെ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ എവിടെയാ എത്തിച്ചേരുന്നത്? സാക്ഷാൽ ഭവാനിയിൽ ഈ ഭവിച്ചതിന്റെയൊക്കെ ഉടമസ്ഥന്റെ അടുത്താണ് നമ്മൾ, ആ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായികയുടെ അടുത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ മനസ്സ്. കാരണം നമുക്ക് ആ ആപത്ത് വരുമ്പോ ആപതി കിം കരണീയം എന്ന് വരാൻ കാത്തിരിക്കല്. സമ്പത്തിലും സൗഖ്യത്തിലും സന്തോഷത്തിലും എല്ലാം തന്നെ നമ്മുടെ കൂടെ ഉള്ളത് അമ്മയാണെന്നുള്ള ഒരു തിരിച്ചറിവ്. കാരണം ഈ കാണുന്ന അഖിലാണ്ടത്തെയും സംരക്ഷിക്കുന്നവൾ ആദിപരാശക്തി അല്ലെ. അപ്പൊ ദേവി എന്തൊക്കെ രൂപങ്ങളിലാണ് ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നത്? ക്ഷേത്രങ്ങളിലെ ദുർഗ എന്ന പേരിൽ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കലിയുഗത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദേവിയുടെ രൂപമാണ് ദുർഗ. അപ്പൊ ദുർഗ എന്നുള്ള പേര് ദുർഗം അഥവാ കോട്ട എന്നർത്ഥം അല്ലെ. കോട്ടകൾ ഇരുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ദുർഗം എന്ന് പറയുന്നത്. അപ്പൊ ദുർഗമം എന്നാല് അടയാൻ, എത്തിച്ചേരാൻ, അതായത് വളരെ പ്രയാസത്തോടു കൂടി നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പൊ ഗമിക്കുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക അല്ലെ. ഇപ്പോ സംതിങ് ദാറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു റീച്ച് ഓർ ടു അറ്റൈൻ എന്ന് തന്നെ പറയാം. അപ്പൊ അമ്മയെ എളുപ്പം നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാരന് അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് അമ്മയുടെ അടുത്ത് എത്താൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അമ്മ ഭയങ്കര ഈസി ആണെന്ന്. അല്ല, ഒന്നീ നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി വേണം, മനസ്സ് ശുദ്ധമാക്കി വെക്കണം. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഗുരുപരമ്പരയെ നിന്ദിച്ചുകൊണ്ടും അവർക്ക് എതിരായിട്ട് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അവിടെ അമ്മയാണ് ഇരുന്ന് ഗുരുവായിട്ടിരിക്കുന്ന ആരാ? ഈ ദിവ്യൗഖ മാനൗഖ സിദ്ധൗഖ ഗുരുക്കന്മാരെല്ലാം അമ്മയുടെ രൂപം. അമ്മ തന്നെയാണ് അവരിലൂടെ എല്ലാം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ദുർഗ എന്ന് പറഞ്ഞാല് എന്താ വേണ്ട, അങ്ങനെ ഒരു പേര് വരാൻ കാരണം നമുക്ക് വളരെ പ്രയാസപ്പെട്ട് അറ്റൈൻ ചെയ്യുക, എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ഒരു കോട്ടയ്ക്കുള്ളിൽ ഇരുന്നാലും നമുക്ക് രക്ഷ നേടാം അല്ലെ. പക്ഷെ ആ കോട്ടയിൽ എത്തിച്ചേരണം നമ്മള്. ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം എന്നർത്ഥം. കാരണം ഇതുപോലെ ഒരു സംരക്ഷണം ദേവി നമുക്ക് തരുന്നു എന്നുള്ളത് കൊണ്ടാണ് ദേവിക്ക് ദുർഗാദേവി എന്നുള്ള തിരുനാമം വന്നത്. നമ്മൾ ആ കോട്ട എന്ന് പറയുന്ന അമ്മയുടെ സ്നേഹം, പരിരക്ഷണം, സംരക്ഷണം, അതിനകത്ത് എത്തിച്ചേരണമെങ്കിൽ എളുപ്പമല്ല. കാടും മേടും കടന്ന് നമ്മൾ സഞ്ചരിച്ച് അല്ലെ, ആ അമ്മയെ മാത്രം ലക്ഷ്യമാക്കി കണ്ട് നടന്നെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ എത്തിച്ചേരുള്ളൂ. എളുപ്പമുള്ള കാര്യമല്ലത്. ഈ സംസാരമാകുന്ന സാഗരത്തില് നമുക്ക് എന്താ പറയാ, ഈ കാണപ്പെടുന്ന വസ്തുക്കളിലെല്ലാം സത്യബുദ്ധി വെച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാലും നമുക്ക് അമ്മയുടെ അടുത്ത് എത്താൻ പറ്റില്ല. ഇതിനെ അതിക്രമിച്ച് നിൽക്കുന്ന ഒരു ശക്തിയാണ് അമ്മ. അപ്പോ ദുർഗമം, അമ്മയെ അടയുന്നത് സുലഭമല്ല. അതുകൊണ്ടാണ് നമ്മൾ ദുർഗമം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ദുർഗ എന്നുള്ള നാമം തന്നെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളും. ദുർഗ എന്ന് പറയുന്ന 1000 പ്രാവശ്യം ജപിച്ചാൽ തന്നെ സകല പാപങ്ങളും തീരും. കാരണം അത്രയ്ക്ക് ശക്തിയുള്ള നാമമാണ് ദുർഗ. അപ്പൊ നമുക്കൊരു ചോദ്യം ഉണ്ടാവാം അല്ലെ, മക്കൾക്ക് അമ്മയുടെ അടുത്ത് പോകുവാൻ എന്താണ് ബുദ്ധിമുട്ട്? മക്കളല്ലേ അല്ലെ. വലിയ വലിയ ആർഭാടങ്ങള്, പ്രകടനങ്ങൾ ഒന്നും ഒരാളും ദേവിയുടെ അടുക്കല് എത്തിക്കില്ല. കാരണം നമ്മള് എന്തുകൊണ്ടാണ് അവിടെ എത്തിച്ചേരാത്തത്? നമുക്ക് തന്നെയുള്ള പ്രശ്നങ്ങൾ, നമ്മളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്നു അമ്മയ്ക്ക് ആർഭാടമായിട്ടുള്ള പൂജകൾ കൊടുക്കണം, പ്രകടനങ്ങൾ. നമ്മൾ പലതും വെളിയിൽ നടക്കുന്ന കണ്ടിട്ട് ഇതൊക്കെ മതി, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ധനമില്ല, സമയമില്ല, ഇല്ല. നമ്മൾ അപരാധ ക്ഷമാപണത്തിൽ കണ്ടു. ഇതൊക്കെ വിചാരിച്ച് നമ്മൾ ഒന്നുമില്ലാത്ത ദരിദ്രനാണെന്ന് വിചാരിച്ചിരുന്ന് നമുക്ക് അമ്മയുടെ അടുത്തുനിന്ന് നമ്മളെ സ്വയം, നമ്മുടെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടാണ് നമ്മുടെ അമ്മയുടെ അടുത്തോട്ട് പോവാത്തത്. അമ്മയ്ക്ക് ഒരു പ്രകടനങ്ങളും വേണ്ട. അമ്മയ്ക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനസ്സ് മതി. പല ക്ഷേത്രങ്ങളിലേക്കും ആ ഒരു എന്താ പറയാ, കോഷ്ടമൂർത്തിയായിട്ട് ദുർഗാ ഭഗവതിയെ നമ്മൾ കാണാറുണ്ട്. കാരണം ക്ഷേത്രത്തിലെ മെയിൻ ദേവതയല്ല, വെളിയിലുള്ള ആ ഒരു പ്രതിഷ്ഠകളെയാണ് നമ്മൾ കോഷ്ടമൂർത്തി എന്ന് പറയുന്നത്. കാരണം ആ പാതുകാപ്പായിട്ട് നിൽക്കുന്ന, ആ ഒരു രക്ഷാ കവചമായിട്ട് നിൽക്കുന്ന ദുർഗാദേവിയാണ്. അപ്പോ കോഷ്ടമൂർത്തി എന്നാൽ ഗർഭഗൃഹത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രാകാരത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ പ്രാകാരത്തിൽ ഓരോ ചെറിയ ഉപദേവതമാരെ കാണാം അല്ലെ. ഗണപതി, ഒരുപാട് സ്ഥലത്ത് നമ്മൾ ദുർഗയെ കാണാറുണ്ട്. ഉപദേവതകളായിട്ട് ഗണപതിയെ കാണാറുണ്ട്, ശാസ്താവിനെ കാണാറുണ്ട്. അതുപോലെ ഉപദേവതയായിട്ട് പോലും എന്തിനാണ് ദേവിയെ വയ്ക്കുന്നത്? ദേവി എന്താ പറയാ, ആ ഒരു ചെറിയ മാടങ്ങൾ പോലെ കെട്ടിയിരിക്കുന്ന ചെറിയ ഉപദേവത, എന്താ പറയാ, ഇത് എന്താ പറയാ, ക്ഷേത്രത്തിലെ ഉപദേവത, ഫസ്റ്റ് പ്രാകാരം, സെക്കൻഡ് പ്രാകാരത്തിലുള്ള ചെറിയ ചെറിയ കോഷ്ടങ്ങൾ. അപ്പൊ അതിനകത്ത് പോലും ദുർഗാദേവിയെ വെക്കുന്ന എന്തിനാ? അത് നമുക്കൊരു സംരക്ഷണം തരും. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ കോഷ്ടം എന്ന് പറയുന്നത്. ശിവന്റെ ക്ഷേത്രമാണെങ്കിൽ ആ ഒരു ലിംഗോദ്ഭവൻ, ദക്ഷിണാമൂർത്തി, ബ്രഹ്മാവ്, ഗണപതി തുടങ്ങിയിട്ടുള്ള ഉപദേവതാ സ്ഥാനങ്ങളിൽ ചിലപ്പോൾ ദുർഗാദേവിയും ഉണ്ടായിരിക്കും. കാരണം ദുർഗാദേവി മെയിൻ തന്നെ ആവണമെന്നില്ല. അമ്മയുടെ
ഒരു എന്താ പ്രസൻസ് അവിടെ ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഈ പറയുന്ന ശത്രുക്കളിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഭക്തരെ കാക്കാനാണ് അമ്മ അവിടെ ഇരിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ തനി മൂർത്തിയായിട്ടും ചില സ്ഥലങ്ങളില് ശംഖുചക്ര ഗദാധാരിയായിട്ടുള്ള വിഷ്ണു ദുർഗ എന്നുള്ള പേരിലും ദേവിയെ കാണപ്പെടാറുണ്ട്. അപ്പൊ നമുക്ക് ചോറ്റാനിക്കര എങ്ങനെയാ അമ്മ ഇരിക്കുന്നത്? അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ ചോറ്റാനിക്കരയിൽ അല്ലെ. അപ്പൊ നാരായണൻ അമ്മേ നാരായണ എന്നാ വിളിക്കുന്നത്. അപ്പൊ നാരായണ മൂർത്തിയായിട്ട് അവിടെ ദേവിയും വിഷ്ണുവും ചേർന്നിരിക്കുന്ന ഒരു സങ്കല്പമാണ്. അപ്പോ വിഷ്ണു ദുർഗ എന്നുള്ള പേരിലും ദേവി പല ക്ഷേത്രങ്ങളിലും കാണപ്പെടാറുണ്ട്. ഇനി ദുർഗാ ഭഗവതി സാധാരണ എല്ലായിടത്തും കാണപ്പെടുന്നത് കാണപ്പെടുന്നത് അഭിരാമി ഭട്ടർ പാടിയതുപോലെ മഹിഷന്റെ തലയുടെ മേലിൽ നിൽക്കുന്നതായിട്ടാണ് പല ക്ഷേത്രങ്ങളിലും. പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് മഹിഷന്റെ തല നമുക്കവിടെ താഴെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അമ്മ ചവിട്ടി നിൽക്കുന്നത് ഒരു മഹിഷാസുരൻ എന്ന് പറയുന്ന മഹിഷമർദിനിയായിട്ട് ആ മഹിഷന്റെ തലയിലാണ് ചവിട്ടി നിൽക്കുന്നത്. അപ്പൊ മഹിഷന്റെ തലയിൽ നിൽക്കുന്നവൾ മഹിഷമർദിനി അല്ലെ. താഴെ നോക്കിയാല് ഒരു മഹിഷത്തിന്റെ തല കാണാൻ പറ്റും. അതിലാണ് ദേവി കാല് വെച്ച് നിൽക്കുന്നത്. അപ്പൊ മഹിഷാസുരനെ വധിക്കാനായിട്ട് വന്ന രൂപമാണ് മഹിഷമർദിനിയുടേത്. അപ്പൊ മാർക്കണ്ഡേയ പുരാണവും വേറെ ചില പുരാണങ്ങളും ദുർഗാദേവി എങ്ങനെ ഇരിക്കും അല്ലെ എന്ന് വർണ്ണിക്കുന്നുണ്ട്. മഹിഷൻ എന്ന അസുരൻ ചെയ്യുന്ന ആ ഒരു പാപകർമ്മങ്ങളെ താങ്ങാനാവാതെ ദേവന്മാര് ത്രിമൂർത്തികളുടെ അടുത്ത് ചെന്ന് പരാതി ബോധിപ്പിച്ചുവെന്നും മഹിഷാസുരന്റെ കഥ കേട്ട് അവന്റെ അട്ടഹാസം ശ്രവിച്ച് ത്രിമൂർത്തികൾക്ക് ഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി എന്നും അവരുടെ പുരികക്കൊടികൾ വളഞ്ഞു. ദേവിക്ക് പുരികം ചെറുതായിട്ട് വളയാൻ കാരണം ശങ്കര ഭഗവത്പാദർ പറയാൻ ഒരു കാരണമുണ്ടല്ലേ. തങ്ങളുടെ മക്കളുടെ കഷ്ടങ്ങൾ എങ്ങനെ നീക്കാം എന്ന ആലോചനയിലാണ് അമ്മ എന്ന് പറയാറുണ്ട്. സൗന്ദര്യലഹരി പറയുന്നുണ്ട്, എപ്പോഴാണോ അമ്മയുടെ പുരികക്കുടികൾ ഒന്ന് ചുളുങ്ങുന്നത്, എന്റെ മക്കളെ ആരാ ശല്യപ്പെടുത്തുന്നത്, അത് അമ്മയ്ക്ക് സഹിക്കില്ല. അപ്പൊ അങ്ങനെയാണ് അമ്മയുടെ പുരികക്കുടികൾ വളയുന്നതെന്നാ പറയുന്നത്. അപ്പോ ആ ഒരു മക്കള് കഷ്ടപ്പെടുന്നു എന്ന് കേട്ടു അല്ലെ. അപ്പോ ദേവിക്ക് ഒരു പേരുണ്ട്, ഭുവന ഭയ വ്യസന ഭംഗിനി. അപ്പൊ ഭുവന ഭയങ്ങള്, ഈ ഭുവനത്തിൽ ഉണ്ടാകുന്ന ഭയങ്ങള് വ്യസനങ്ങള് എല്ലാത്തെയും ഭംഗം വരുത്തുന്നവൾ ദേവി, തന്റെ മക്കളെ രക്ഷിക്കുന്നവൾ. അപ്പൊ തന്റെ മക്കളുടെ കഷ്ടനഷ്ടങ്ങളെയൊക്കെ എങ്ങനെ നീക്കാം എന്ന ആലോചനയാണ് അമ്മയ്ക്കുള്ളത്. അപ്പോ ദേവിക്കൊരു ഈ തിരുനാമം പറഞ്ഞ് ജപിക്കുന്നവരുടെ എല്ലാം കഷ്ടങ്ങളും വ്യസനങ്ങളും ഒക്കെ മാറുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ ത്രിമൂർത്തികളുടെ പുരികം വളഞ്ഞത് മഹിഷാസുരന്റെ ദുഷ്പ്രവൃത്തികൾ കേട്ടിട്ടാണ് അല്ലെ. അപ്പൊ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുടെ ഭ്രൂമത്യത്തിൽ നിന്ന് അത്യുഗ്രമായിട്ട് ഒരു തേജസ് പുറപ്പെട്ടുവെന്നും അത് മൂന്നും ഒന്നു ചേർന്ന് ഒരു പർവ്വതാകാരമായിട്ട് തീർന്നു. അതിനൊരു സ്ത്രീ രൂപം കൈവന്നു. ആ ദേവിയാണ് ദുർഗാദേവി അല്ലെങ്കിൽ ദുർഗാ പരമേശ്വരി. അപ്പൊ ദേവിയുടെ രൂപം അല്ലെ എന്താണ്? പ്രകാശമായിട്ടിരിക്കുന്നവളാണ്. എല്ലാവരുടെയും തേജസ്സിൽ നിന്ന് വന്നവളാണ് ദേവി അല്ലെ. അപ്പൊ നമ്മളെ ക്ഷേത്രത്തില് ദേവിയെ സിംഹവാഹിനിയായിട്ട് നല്ല ഉയരത്തില് 8, 16, 18 ഉള്ള കൈകളോടുകൂടി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 18 കൈയാണ് ശരിക്കും മഹിഷമർദിനിക്ക്. പിന്നെ ഓരോ സങ്കല്പം അനുസരിച്ച് കൈകളുടെ എണ്ണം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ഇനി ദേവിയെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളില് കാണേണ്ടത് കാരണം ദേവിയുടെ ആ ഒരു മുഖം എന്താണ്? ഇപ്പൊ ഈ ദുർഗയ്ക്ക് ഇത്രയും പ്രാധാന്യം കലിയുഗത്തിലെ ദുർഗയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ രക്ഷിക്കുന്നത്. കാരണം എല്ലാ ദേവന്മാരുടെയും പ്രകൃതി എന്ന് പറയുന്നത് 33 ദേവന്മാരാണ് ഇല്ലേ. അപ്പൊ ഈ ദുർഗ എന്ന് പറയുമ്പം ലളിതാ ത്രിപുര സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ പരയാണ്, ബിയോണ്ട് ആണ്. അപ്പൊ ഈ ദേവി ഈ പ്രപഞ്ചത്തില് നമുക്ക് വേണ്ടി അവതരിച്ചാണ്. തന്റെ മക്കളുടെ കഷ്ടനഷ്ടങ്ങളെ ഇല്ലാതാക്കാൻ അവതരിച്ചാണ്. അതുകൊണ്ടാണ് ദുർഗയ്ക്ക് ഇത്രയും പ്രാധാന്യം. ദേവി മഹാത്മ്യമൊക്കെ വായിക്കാനും ചൊല്ലാനും ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ചാമ്പികെ ഖണ്ഡാസ്വനേന എന്ന പാഹി ചാപജ്ജാനി സ്വനേന. എന്താ ഇത്? നമ്മുടെ ദേവിയുടെ തന്നെ ഒരു മൃത്യുഞ്ജയ മന്ത്രമാണ് ദേവി മഹാത്മ്യത്തിലെ മൃത്യുഞ്ജയം. ദേവി മൃത്യുഞ്ജയ മന്ത്രം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. കാരണം അമ്മ 4 ദിക്കുകളിലും അമ്മയുടെ ആയുധങ്ങൾ കൊണ്ട് എന്നെ രക്ഷിക്കൂ, ശൂലം കൊണ്ട് രക്ഷിക്കൂ, ഖഡ്ഗം കൊണ്ട് രക്ഷിക്കൂ എന്നൊക്കെ ഒരുപാട് ആന്തരിക അർത്ഥമുണ്ട്. ഇതൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത് ദേവിക്ക് ദുർഗയുടെ കാര്യം ഇത്രയും പ്രാധാന്യമായിട്ട് ഇപ്പൊ പറയാൻ കാരണം ദേവി ഈ പ്രപഞ്ചത്തില് നമ്മളിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്ന, അതായത് നമ്മൾ ജനിച്ചു, ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഇവിടെ ജീവിച്ചിരിക്കുന്നു. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ത്രിഗുണാത്മികയായിരിക്കുന്ന ദേവി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദേവന്മാരുടെയും ശക്തിയിൽ നിന്ന് വന്നതുകൊണ്ട് ഇവിടെ എന്ത് പ്രശ്നങ്ങളും ഇതിൽ നിന്നൊക്കെയാ വരുന്നത് അല്ലെ, പ്രപഞ്ചത്തിൽ നിന്ന്. ആദിഭൗതികം ആദിദൈവികം ഒന്നും നമ്മുടെ എല്ലാ ആധ്യാത്മികം നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ പ്രപഞ്ചത്തിൽ വരുന്ന നിമിത്ത കാരണങ്ങളെല്ലാം ഇല്ലാതാക്കാൻ ഈ ദേവിയുടെ ഭജന അമ്മയെ സ്മരിക്കുന്നതുകൊണ്ട് ഇല്ലാതാകുന്നുണ്ട്. അപ്പൊ ദേവിയെ എങ്ങനെയാ നമ്മൾ കാണുന്നത്? ഇപ്പൊ പറഞ്ഞ 3 ത്രിമൂർത്തികളിൽ നിന്ന് മാത്രമല്ല,
എല്ലാ ദേവന്മാരും അവരവർക്ക് പറ്റുന്ന പോലെയുള്ള ആയുധങ്ങൾ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ ആയുധം എന്ന് പറയുന്നത്? നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ ശത്രുക്കളിൽ നിന്ന് നമ്മളെ ഉയർത്താൻ, നമ്മളെ ഒരു എന്താ പറയാ സംരക്ഷണ വലയം തരാൻ അമ്മ ആയുധങ്ങളുമായിട്ട് നിൽക്കണം. ആയുധം വേറൊന്നും അല്ല, അമ്മയുടെ സ്നേഹം തന്നെയാണ്. അപ്പോ ആ അമ്മയെ കാണുമ്പോ ഇപ്പൊ ദേവിയുടെ തിരുമുഖം എന്ന് പറയുന്നത് ശിവനാണ് അല്ലെ? തലമുടി ഓരോരുത്തരാ കൊടുക്കുന്നത്. തലമുടി യമൻ. അപ്പൊ എല്ലാ ഈശ്വരന്മാരെയും തൊഴുതതിന് തുല്യമാണ് ദുർഗയെ തൊഴുമ്പോ. വിഷ്ണു തേജസ് കരങ്ങള്, ചന്ദ്രരശ്മികള് മാറിടം. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ ആ ഒരു ഇടപകുതി എന്ന് പറയുന്നത് ആ ഈശ്വരന്റെ. പിന്നെ വരുണൻ കാലുകൾ കൊടുക്കുന്നു. പൃഥ്വിയുടെ എന്താ പറയാ ഒളി വയറിന്റെ പകുതി. ആ ബ്രഹ്മ ഒളി പാദങ്ങള്, സൂര്യൻ കാൽവിരലുകള്, കൈവിരലുകള് അഷ്ടവസുക്കള്, കുബേരന്റെ ഒളി നാസിക, അഗ്നി തേജസ് കണ്ണുകള്, സന്ധ്യ പുരികങ്ങള്, വായു കാതുകള്, അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ഒരു ജ്യോതി സ്വരൂപമായിട്ട്, മന്ത്രസ്വരൂപമായിട്ട്. അതാ ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രസ്വരൂപമാണ് അമ്മ. അപ്പൊ മന്ത്രസ്വരൂപമായിട്ട് ദേവി നിന്നു. എല്ലാവരും തങ്ങളുടെ കയ്യിലെ ആയുധങ്ങള് എന്താ പറയാ ആ ആയുധങ്ങള് അതുപോലെ ഓരോന്ന് ദേവിക്ക് സമർപ്പിക്കുകയാണ്. അല്ല കയ്യിലിരുന്ന് കൊടുത്തു എന്നല്ല, അതുപോലെ ഓരോന്ന് അമ്മയ്ക്ക് സമർപ്പിച്ചു. ശിവൻ ശൂലം കൊടുത്തു, വിഷ്ണു ശംഖചക്രം കൊടുത്തു, തുടങ്ങി എല്ലാവരുടെ ആയുധങ്ങളും സ്വീകരിച്ച് ദേവി സർവ്വദേവതകളും ഒന്നിച്ചു ചേർന്ന പോലെ ആ ഒരു ത്രിഭുവനങ്ങൾക്കും ആധാരം പോലെ ദുർഗാ ഭഗവതി അങ്ങനെ നിൽക്കുന്നത് കണ്ട് ദേവന്മാര് അമ്മയെ സ്തുതിച്ചു. ഈ ഭഗവതിയുടെ പേരാണ് അഖിലാണ്ട നായകി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദുർഗേ സ്മൃത ഹരസി ഭീതി. നമുക്ക് ഭീതി ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് വേണം? അമ്മയുടെ ഈ ദുർഗ എന്നുള്ള നാമം, അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിലെ സപ്തശ്ലോകി ജപിക്കണം എന്ന് പറയാൻ കാരണം അതുകൊണ്ട്. ആ ഭീതി, നമ്മുടെ മനസ്സിൽ ഭയം. എന്താ ഭയം? ശത്രുക്കളില് നമ്മളെ ആക്രമിക്കുമോ, നമുക്ക് രോഗം വരുമോ, നമ്മുടെ ആയുസ്സിന് ഭീഷണി ഉണ്ടാവുമോ, അല്ലെ? മനസ്സെപ്പോഴും ഭയമാണ്. ഏറ്റവും വലിയ ഭയങ്ങള് ജന്മ മൃത്യു ജര വ്യാധി ഭയങ്ങൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ മഹിഷമർദ്ദനത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ദേവിയെ കണ്ടാൽ ആ 18 കൈകളോടുകൂടി തന്റെ തള്ളവിരല് കൊണ്ട് ആ ഒരു ഭൂമിയെ ഒന്ന് താഴോട്ട് അമർത്തിക്കൊണ്ട് ഭൂമി രണ്ടായിട്ട് പിളർന്നു. നമുക്ക് പാതാളം വരെ കാണാം അമ്മയുടെ ആ ശക്തി, അല്ലെ? ആ ഓം ഭൂർ ഭുവ സുവ എന്ന് പറഞ്ഞാല് ഭൂലോകം, ഭുവർലോകം, സുവർലോകം. അമ്മയുടെ കിരീടം അമ്പരത്തെ തട്ടി ആകാശത്തിനെ പിളർന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അമ്മയുടെ കിരീടം. അങ്ങനെ സിംഹവാഹിനിയായിട്ട് 18 കൈകളോടുകൂടി തേജോ പുഞ്ചമായിരിക്കുന്ന ആ അമ്മയുടെ രൂപം ഒന്ന് സ്മരിക്കുമ്പോ തന്നെ ഹരസി ഭീതിമശേഷ ജന്തുക്കളായിട്ടുള്ളവര്, ജനിച്ചവർക്കെല്ലാം തന്നെ അതോടുകൂടി ഭയമില്ലാതാവുകയാണ്. കാരണം അത്ര മന്ത്രസ്വരൂപിണിയായിട്ട് സകല ദേവതാ ശക്തികളുടെ ഉൾക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ 30 മുക്കോടി ദേവന്മാര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭയങ്ങളെല്ലാം അതിൽ നിന്നാണ് വരുന്നത്, അല്ലേ? അപ്പൊ അവര് ആ ശക്തികളെല്ലാം ചേർന്ന് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കാൻ മഹിഷാസുരൻ എന്ന് പറയുന്ന ഈഗോയാണ് ഇതിനെല്ലാം കാരണം, അല്ലെ? അപ്പൊ ആ മഹിഷാസുരനെ കൊല്ലാനായിട്ട് വന്ന് നിൽക്കുന്ന ആ മർദ്ദനത്തിന്, മഹിഷിനെ മർദ്ദിച്ചുകൊണ്ട്, മർദ്ദനം എന്ന് പറഞ്ഞാൽ താടനം, ഇല്ലാതാക്കിക്കൊണ്ട് ആവിർഭവിച്ച ആ ദേവി നമ്മുടെ ഉള്ളില് ആ രൂപം തന്നെ ഒന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയമില്ലാതായിട്ട് തീരും. ഈ മഹിഷാസുരൻ ആരാണ്? അവൻ എവിടെയാണ് ഇരിക്കുന്നത്? ദേവി സർവ്വ ദേവതാ ശക്തി സംഭരിച്ച് ആവിർഭവിക്കാൻ മാത്രം കരുത്തനാണോ ഈ മഹിഷാസുരൻ? നമ്മൾ ആലോചിക്കേണ്ടതാണ്, അല്ലെ? ഒരു അമ്മയ്ക്ക് ഇത്രയും ഒരു 30 മുക്കോടി ദേവി ഈ എല്ലാത്തിനെയും ജനിപ്പിച്ച് ഇവിടെ നിലനിർത്തി അത് തിരിച്ചു ലയിപ്പിക്കാൻ കഴിവുള്ള ഈ ദേവിക്ക് നിസാരനായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായ ഒരു മഹിഷനെ കൊല്ലാൻ അമ്മ ഇങ്ങനെയൊക്കെ വരണോ? അമ്മയ്ക്ക് ഇവരുടെയൊക്കെ ഈ ത്രിമൂർത്തികളുടെ അമ്മ ഉണ്ടാക്കിയ മക്കളുടെ ആ ഒരു എന്താ പറയാ തേജസ്സിന്റെ ആവശ്യമുണ്ടോ? ഇവരുടെ ആയുധങ്ങൾ അമ്മയ്ക്ക് ആവശ്യമുണ്ടോ? ഇത് നമ്മൾ ചോദിക്കണം. കാരണം അമ്മയ്ക്ക് അത്രയും വലിയൊരു എതിരിയാണോ മഹിഷാസുരൻ? അല്ലെ? നമ്മളെ ഉള്ളിൽ തോന്നാം, അതൊരു ചോദ്യമാണ്. കാരണം ആരായിരുന്നു ഈ മഹിഷാസുരൻ എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഇദ്ദേഹം എങ്ങനെയാണ് ദേവിക്ക് ഒരു തുല്യമായിട്ട്, മഹിഷാസുരന്റെ പേരിൽ അമ്മ അറിയപ്പെട്ടത്. മഹിഷമർദ്ദിനിയായിട്ട് അമ്മയുടെ പേര് പോലും മറന്ന ഇന്ന് ലോകം അമ്മയെ ഭജിക്കുന്നത് മഹിഷാസുരന്റെ പേരിലാണ്. ഈ മഹിഷാസുരൻ ആരായിരുന്നു പൂർവ്വജന്മങ്ങളില്? അതും നമ്മൾ അറിയണം. നമ്മുടെ കർമ്മങ്ങളില് ലോപം വരുമ്പോ നമ്മള് ഈ പറഞ്ഞ പോലെ എത്ര സത്കർമ്മങ്ങൾ ചെയ്താലും ചില ദുഷ്കർമ്മങ്ങളുടെ ഫലം നമുക്ക് ജന്മത്തിന് കാരണമാകും. വീണ്ടും താഴ്ന്ന ജന്മം, ആ താഴ്ന്ന ജന്മത്തിലോട്ട് പോയി വീണ്ടും നമ്മുടെ ഈ തമോ ഗുണങ്ങളെല്ലാം നമ്മളിൽ തന്നെ വീണ്ടും ആവർത്തിച്ച്, നമ്മളിപ്പോ ശ്രീവിദ്യ ഉപാസന ചെയ്തത് കൊണ്ടോ ഒരു ഹയർ ലെവൽ ഉപാസന ചെയ്തത് കൊണ്ടോ ഒന്നും കാര്യമില്ല. കാരണം എപ്പോ വേണമെങ്കിലും നമുക്ക് പതിച്ചു പോകാം, നമ്മുടെ മനസ്സ് പതിക്കാം. ആ പതിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല കർമ്മങ്ങൾ ചെയ്തു നല്ല കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാം.
ഇതുപോലെ ദേവി തന്നെ നേരിട്ട് വരും ആ ആളെ രക്ഷിക്കാൻ. പക്ഷെ പാപകർമ്മങ്ങളുടെ ഫലവും അനുഭവിച്ച് തന്നെ തീരണം. അതുകൊണ്ടാണ് ഒരു ഉപാസനാ മാർഗത്തില് ഗുരുപരമ്പര, ഗുരുവിന് നമ്മൾ ഈ പറയുന്ന അന്യരോടുള്ള പെരുമാറ്റമൊക്കെ വളരെ ശ്രദ്ധിച്ചാ നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താ? അതിന്റെ ഫലം വളരെ എന്താ പറയാ വളരെ മോശമായിട്ടുള്ള ഫലവും നമ്മൾ അനുഭവിക്കണം. അല്ല അവിടെ വന്ന് ദേവി തെറ്റ് ചെയ്തവരെ രക്ഷിക്കില്ല. അതുകൊണ്ടാണ് മഹിഷാസുരൻ എന്ന് പറയുന്ന ആള് ആരായിരുന്നു എന്ന് അറിയണമെന്ന് പറയാൻ കാരണം. മഹിഷാസുരൻ ഒരു മുനിയായിരുന്നു. അപ്പൊ തന്റെ ആ അധർമ്മ പ്രവൃത്തി കാരണം ശാപം മൂലം രംഭൻ എന്ന് പറയുന്ന അസുരനായിട്ട് ആ അസുരനായതിനു ശേഷവും തപസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തപസ് ചെയ്യാൻ പോയി എന്ന കഥ. കാരണം അസുരന്മാരാണ് ദേവന്മാരെക്കാളും കൂടുതൽ ഉഗ്ര തപസ് ചെയ്യുന്നവര്. കാരണം അവരെ കാര്യം നേടുന്നിടം വരെ തപസ് ചെയ്യും. പക്ഷെ ആ കാമ്യ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ദേവന്മാര് ചെയ്യുന്നത് മോക്ഷത്തിനായിരിക്കും, ഈശ്വരനെ കിട്ടാനായിരിക്കാം. പക്ഷെ ഇവര് ചെയ്യുന്ന തപസ്സെല്ലാം തന്നെ കാമ്യകർമ്മങ്ങൾക്കായിരിക്കും. വെയിലും മഴയിലും അഗ്നിയിലും അല്ലെ ഒക്കെ നിന്ന് ഒറ്റക്കാലിൽ നിന്ന് കാരണം എന്താ വായും കണ്ണും ഒക്കെ കെട്ടി അനേക വർഷങ്ങള് വിചാരിച്ച കാര്യം നടക്കുന്നിടം വരെ, ഇല്ലെങ്കിൽ വിചാരിച്ച ദേവൻ പ്രത്യക്ഷമാകുന്ന വരെ അവര് തപസ് അനുഷ്ഠിക്കും. അപ്പൊ ഈ രംഭൻ എന്ന് പറയുന്ന അസുരൻ വളരെ ഉഗ്രമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന തപസ് ചെയ്തു. കാരണം ഇദ്ദേഹം അതിന് തപസ് ചെയ്ത് വളരെ ഉയർന്ന ഒരു മുനിയായിരുന്നു മഹിഷാസുരൻ. അപ്പൊ ഈ എന്തോ ഒരു അധർമ്മ പ്രവൃത്തി കൊണ്ട് ശാപം മൂലമാണ് രംഭൻ എന്ന് പറയുന്ന അസുരൻ. അപ്പൊ പൂർവ്വ വാസനകൾ ഇദ്ദേഹത്തിൽ നല്ലപോലെ ഉണ്ട്. തപസ് ചെയ്യാനൊന്നും ഒരു മടിയും ഇല്ല അല്ലെ. അപ്പോ രംഭൻ എന്ന് പറയുന്ന അസുരനും ഉഗ്രമായിരിക്കുന്ന ഒരു എന്താ പറയാ പരിപൂർണമായിരിക്കുന്ന ഒരു തപസ് ചെയ്ത് പ്രകൃതി നിയമം അനുസരിച്ച് ഭൂമിയിൽ എന്ത് കർമ്മം ചെയ്താലും അതനുസരിച്ചുള്ള ഫലം ലഭിക്കും. അപ്പൊ അങ്ങനെ തപസ്സിനനുസരിച്ചുള്ള ഫലം കിട്ടിയേ തീരുള്ളൂ. അപ്പൊ അങ്ങനെ എത്ര കാലം പൂർണ്ണ സമർപ്പണത്തോടെ ഇതിനെ എന്താ പറയാ എല്ലാം നിയന്ത്രിച്ച് നിന്നാ മാത്രമേ ആഗ്രഹിച്ച ഫലം നമുക്ക് കിട്ടുള്ളൂ. ഇദ്ദേഹം ഈ രംഭൻ എന്ത് ചെയ്തു? അതുപോലെ വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ ഒരു വരം കിട്ടണം എന്നുള്ള ആ കാമ്യകർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് അനേകായിരം വർഷങ്ങള് തപസ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ രംഭന്റെ തപസ് തീർന്നു. ബ്രഹ്മാവ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കാരണം ഇവരൊക്കെ തപസ് ചെയ്യുമ്പോൾ കുറച്ച് ആലോചിച്ചിട്ടേ അവരൊക്കെ വരുള്ളൂ. കാരണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ പ്രശ്നമാണെന്ന് അറിയാം. ഇവര് വരം കിട്ടും, വരം കിട്ടിയ ഉടനെ ഭസ്മാസുരനെ പോലെ ശിവൻ കൊടുത്ത വരം ഉടനെ പരീക്ഷിക്കാൻ ശിവന്റെ തലയെ തൊടാൻ തന്നെ പുറകെ ഓടി. അപ്പൊ ഇവർക്കെല്ലാം ഒരു ബോധമില്ല. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിജയോന്മാദത്തിൽ എന്താണ് അവർ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറെ കാലം കഴിഞ്ഞാൽ ഇവര് ആരെയാണോ തപസ് ചെയ്യുന്നത് അവരൊക്കെ ഒന്ന് ആലോചിച്ചിട്ടേ വരൂ. പക്ഷെ പ്രകൃതി നിയമം അനുസരിച്ച് തപസ് ചെയ്താൽ വന്നേ പറ്റുള്ളൂ. അങ്ങനെ വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വന്നേ തീരുള്ളൂ എന്നായപ്പോ ബ്രഹ്മാവ് വന്നു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ തനിക്ക് ബലശാലിയായിട്ടുള്ള ഒരു മകനെ വേണമെന്ന് പറഞ്ഞു രംഭൻ. ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ തപസ്സില് പൂർണ്ണ ശക്തിയോടുകൂടി ഇരിക്കുന്ന അദ്ദേഹം ചോദിച്ച മകൻ വേണമെന്ന് പറഞ്ഞെങ്കിലും ഒരു പ്രത്യേക രീതിയിലാണ് മകനെ വേണമെന്ന് പറഞ്ഞത്. കാരണം തപസ് ഇത്രയും വർഷം തപസ് ചെയ്ത ആ ഒരു തപസ്സിന്റെ പൂർണ്ണ ശക്തിയോടെ ഇരിക്കുന്നതാണ് ആ തപസ് കഴിഞ്ഞ ഉടനെ ഉള്ള സമയം അല്ലെ. അപ്പോ അതിന് 1 മാസം 2 മാസം അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ പോലും കുറയും. കാരണം ബാഹ്യമായിരിക്കുന്ന പ്രകൃതിയുമായിട്ട് ചേരുമ്പോൾ വീണ്ടും നമ്മുടെ തപസ്സിന്റെ ബലങ്ങൾ, അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും നമ്മൾ എന്താ പറയാ അത് റീസ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പ്ലഗ് കുത്തി എങ്ങനെയാണോ ചാർജ് ചെയ്യുന്നത് അതുപോലെ ദേവി ഭഗവാന്റെ മന്ത്രങ്ങൾ നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ്. കാരണം അതിൽ നിന്ന് പുറത്തു വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് പ്രകൃതിയുമായിട്ട് തീരുമ്പോൾ വീണ്ടും ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. ഇദ്ദേഹം പറഞ്ഞു, കാരണം ഞാൻ ഇത്രയും വർഷം എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ശക്തി ഞാൻ കോൺസെൻട്രേഷനോടുകൂടി ആ ഒരു പൂർണ്ണ ശക്തിയോടുകൂടി ഇരിക്കുന്ന സമയമാണ്. അതെല്ലാം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പോയിട്ട് 1 മാസം കഴിഞ്ഞ് 2 മാസം എനിക്ക് കല്യാണം കഴിച്ച് കുട്ടിയൊന്നും ഉണ്ടാവാൻ സമയം എനിക്ക് പറ്റില്ല. എനിക്ക് അത്രയും കാലമൊന്നും കാത്തിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഈ സമയത്ത് ഞാൻ പോകുന്ന വഴിയില് ഇപ്പൊ ബ്രഹ്മാവിന്റെ അനുഗ്രഹം കിട്ടി ഞാൻ പോകുന്ന വഴിയില് ആരെ കാണുന്നോ അവർക്ക് എന്നോട് ഇഷ്ടം തോന്നണം. ഒരു സ്ത്രീ ആയിരിക്കണം, അവർക്ക് എന്നോട് ഇഷ്ടം തോന്നണം. ആ പോകുന്ന വഴിയിൽ തന്നെ അവിടെ തന്നെ ഞങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു അടുപ്പം വരണം. കാരണം ദിവസങ്ങൾ കഴിഞ്ഞാൽ തപസ്സിന്റെ ബലം കുറയും അല്ലെ. അതുകൊണ്ട് പോകുന്ന വഴി കാണുന്ന സ്ത്രീ അതാരും ആയിക്കോട്ടെ, അവൾക്ക് എന്നോട് സ്നേഹം തോന്നണം. അതിൽ എനിക്ക് അതീവ ബലശാലിയായിട്ടുള്ള ഒരു പുത്രൻ വേണം. നോക്കണേ എത്ര സെൽഫിഷ് ആണ്. അതിനകത്ത് ഒരു സ്ത്രീയെ മനസ്സിലാക്കണ്ട, അവരുടെ സമ്മതം ചോദിക്കണ്ട, ഒന്നും വേണ്ട. ഞാനിപ്പോ ബലവാനാണ്. അപ്പൊ എനിക്കിനി ബ്രഹ്മാവും വന്നു കഴിഞ്ഞു. ഇതാണ് ഈ മൂഢന്മാരായിരിക്കുന്ന അസുരന്മാർ. അസുക്കളിലാണ് അവര് രമിക്കുന്നത്, ഇന്ദ്രിയ സുഖത്തിൽ രമിക്കുന്നവരാണ് അവര്. എത്രയും കാലം ഞാൻ ഇങ്ങനെ നിന്നു, ഇനി ഇതിന്റെ ഫലം എനിക്ക് കളയാൻ പറ്റില്ല. ഈശ്വരൻ തരുന്നത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളതല്ല, അവര് ഈശ്വരന് നിയമങ്ങൾ കൊടുക്കുകയാണ്.
ഈശ്വരന്റെ മുമ്പിൽ വ്യവസ്ഥകൾ വെക്കും. ഇന്നതുപോലെ എനിക്ക് വേണം, ഇല്ലേ? നമ്മൾ എത്രയോ എണ്ണം കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ വന്ന് കൊല്ലണം, അബലയായിട്ടുള്ള കുട്ടികൾ വന്ന് കൊല്ലണം. കാരണം അവരെയൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നവരാണ്. ശുംഭനിശുംഭന്മാരെന്താ പറഞ്ഞത്? ഞങ്ങളെ എല്ലാവരും, ബാക്കി എല്ലാവരുടെ പേരും, ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പേരും പറഞ്ഞു. എന്നിട്ട് ഒരു സ്ത്രീയുടെ പേര് മാത്രം പറഞ്ഞില്ല. കാരണം അവരെ നിയമിച്ച് അവർക്ക് മരണം അതിലൂടെയാണ് വരേണ്ടത്. അതുകൊണ്ട് അവർ ആ പേര് മാത്രം മറക്കും. ഒരു അബലയായിട്ടുള്ള സ്ത്രീ എന്നാ പറയുന്നത്, നിസ്സാരം പോലെ. ഒരു അബലയായിട്ടുള്ള സ്ത്രീയുടെ കൈ കൊണ്ട് ഞാൻ മരിച്ചോട്ടെ, ബാക്കിയുള്ളത് ഒന്നും ആയുധം കൊണ്ട്, വെള്ളം കൊണ്ട്, പഞ്ചഭൂതങ്ങളെ കൊണ്ട്, വേറെ ഒന്നും കൊണ്ടും എനിക്ക് മരണം. ഇതുപോലെ തന്നെയാണ് നരസിംഹമൂർത്തി ഹിരണ്യകശിവും ആവശ്യപ്പെട്ടത്. കാരണം അവിടെ ആവശ്യപ്പെട്ടത് എന്താ? മനുഷ്യനും മൃഗവും അല്ലാത്ത, അവരിൽ നിന്ന് ഒന്നും വരരുത്, ഇന്ന സമയങ്ങള്, സന്ധ്യക്ക് ആ എന്തോ 2 പകലും രാത്രിയും ചേരുന്ന സമയത്ത് ആവരുത്, ഇങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ. ഉമ്മറപ്പടി മടിയിൽ വെക്കണം, ഭൂമിയിൽ വീഴരുത്. ഇവര് പഴുതടച്ചുകൊണ്ടായിരിക്കും ഈശ്വരനോട് ചോദിക്കുന്നതെല്ലാം. കാരണം അവരുടെ വിചാരം ഈശ്വരനെക്കാളും ബുദ്ധി ഇവർക്കാണെന്നാണ്. അപ്പൊ അവര് ഞങ്ങൾക്ക് മരണം വരാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടായിരിക്കും ഈശ്വരനിൽ നിന്ന് വരം മേടിക്കുന്നത്. ആ അടച്ച പഴുത് തന്നെയായിരിക്കും അവരുടെ മരണത്തിന് കാരണമായിട്ട് തീരുന്നത്. കാരണം ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഒരു നിയാമക ശക്തി ഉണ്ട്, അല്ലെ? അവരുടെ നാവില് തന്നെ അത് ആ ഒരു സ്ത്രീയുടെ കൈ കൊണ്ട് മരണം വേണ്ടാന്ന് പറഞ്ഞ സ്ത്രീയുടെ കൈ കൊണ്ട് മരണം ഉറപ്പ്. അവരെന്തിനു നിസാരമായിട്ട് തള്ളുന്നു, ഈ ജഗന്മാതാവിനെയാണ് തള്ളിയെന്ന് അയാൾക്ക് മനസ്സിലാവില്ല, അദ്ദേഹത്തിന് അറിയില്ല. ആ ദേവി തന്നെ വന്ന്, അല്ലെ, ഊഞ്ഞാലിലിരുന്ന് ആടുന്ന കണ്ടിട്ട് പോലും നിസ്സാരമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് വിവാഹത്തിന് അഭ്യർത്ഥിക്കുകയാണ്. അതും ജോലിക്കാരെ അയച്ച്. തന്റെ ചണ്ടമുണ്ടന്മാര് പോയിട്ടാണ് ചോദിക്കുന്നത് അമ്മയോട്, ഇല്ലേ? ആ ശുംഭനിശുംഭന്മാര് പോലും വരുന്നില്ല. അവിടെ കാട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആ സ്ത്രീയെ, ഇതാ ഞാൻ വിവാഹം കഴിക്കാം വേണമെങ്കിൽ എന്ന് ചോദിച്ചിട്ട് വരാനൊക്കെയാ പറയുന്നത്. കാരണം അപ്പോഴും അവർക്ക് ആ ഒരു, എന്താ പറയുക, ഒന്നിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തവരാണ് ഇവര്. കാരണം ഇവർക്ക് ബലമുണ്ട്, ശരീരത്തിനാണ് ബലം, മനോബലം കുറവാണ്, ഇവർക്ക് ബുദ്ധിയും കുറവാണ്. കാരണം ഇവര് വിചാരിക്കുന്നതാണ് ശരിയെന്ന് ഇവര് വിചാരിക്കുന്നു. അതാണ് അസുര ഗുണങ്ങളെന്ന് നമ്മൾ പറയുന്നത്, ആസുരിക ഭാവം. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ പറയണ, മുടിക്ക് കുത്തിപ്പിടിച്ച് കൊണ്ടുവരാനാ പറയുന്നത്. ഒറ്റയ്ക്ക് കാട്ടിൽ വെറുതെ ഒരു ഊഞ്ഞാലിലിരുന്ന് ആടുന്ന സ്ത്രീയെ എനിക്കിഷ്ടമാണ്, ആ സ്ത്രീയുടെ ഇഷ്ടമൊന്നും ചോദിക്കണ്ട. ആ സ്ത്രീക്ക് വേറൊരാളെ ഇഷ്ടമാണോ, ആരോടെങ്കിലും, അമ്മ പറയുന്നുണ്ടല്ലേ, ശിവനോടുമായിട്ട് ഞാൻ ഒരു വിവാഹം ഉറപ്പിച്ച വ്യക്തിയാണ്, എന്നെ തോപ്പിക്കുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ പോലും പുച്ഛമായിട്ട് തള്ളുക. അതുപോലെ ഈ മഹിഷാസുരൻ എന്ത് ചെയ്തു? എനിക്ക് പോകുന്ന വഴി ഇപ്പോ ഈ നിമിഷം ബ്രഹ്മാവ് മറഞ്ഞാല് ഞാൻ ഇവിടുന്ന് നടക്കും, ആദ്യം കാണുന്ന സ്ത്രീ, ആ സ്ത്രീയിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവണം. എന്ത് വേണം? ആ സ്ത്രീക്ക് എന്നെ കാണുമ്പോൾ തന്നെ എന്നോട് ഇഷ്ടം ഉണ്ടാവുകയും വേണം. അപ്പൊ പോകുന്ന വഴിയില് ഈ തപസ്സിന്റെ ബലത്തോടു കൂടി അതീവ ബലവാനായിട്ട് ഒരു പുത്രൻ എനിക്ക് ഉണ്ടാകണം. ഇതാണ് ബ്രഹ്മാവ് ഒന്നും മിണ്ടിയില്ല ബ്രഹ്മാവിനോട് പറഞ്ഞത്. ഒരു മറുപടിയും പറഞ്ഞില്ല. എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് കൊടുക്കാനേ പറ്റുള്ളൂ. തഥാസ്തു എന്ന് പറഞ്ഞിട്ട് പോകാനേ പറ്റൂ, ഇല്ലേ? അദ്ദേഹം ഒന്നും പറയാതെ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് അപ്രത്യക്ഷപ്പെട്ടു. രംഭൻ വളരെ സന്തോഷമായി. കാരണം എന്താ? താൻ അനേക വർഷങ്ങളുടെ ബലം, തനിക്ക് ബലശാലിയായിട്ട് ഒരു പുത്രൻ ഉണ്ടായി കഴിഞ്ഞാൽ താൻ ഈ 7 ലോകങ്ങളുടെയും അധിപനായി തീരും. അങ്ങനെയാണ് രംഭൻ പോകുന്ന മുമ്പിൽ. അങ്ങനെ നടന്നു പോകുമ്പം ആദ്യം കണ്ടത് ആരാ? ഒരു എരുമയാണ് കാണുന്നത്. അപ്പോ ആദ്യം കാണുന്ന സ്ത്രീയുമായിട്ടെന്നാ പറഞ്ഞത്. അപ്പൊ കണ്ടത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആരെയാ? ഒരു എരുമയാണ് കണ്ടത്. ബ്രഹ്മാവിന്റെ അടുത്ത് ചോദിച്ചപടി പെണ്ണിന് സ്നേഹം തോന്നണം ഇങ്ങോട്ടല്ലേ. ഈ എരുമയ്ക്ക് കണ്ട ഉടനെ രംഭനെ വളരെ ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന് തിരിച്ചു തോന്നി, അല്ലെ? തിരിച്ചും തോന്നി. അപ്പൊ ഈ എരുമയെ കണ്ട ഇഷ്ടപ്പെടുന്നു പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് എരുമയെ ഇഷ്ടപ്പെട്ടു, എരുമയ്ക്ക് ഇദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്താ പറയാ, അവർക്ക് ജനിച്ച ബലശാലിയായിട്ടുള്ള പുത്രനാണ് എരുമത്തലയോടുകൂടി ജനിച്ച മഹിഷാസുരൻ. അപ്പൊ ഈ മഹിഷനും അതികഠിനമായിട്ടുള്ള തപസ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ ആ ഇദ്ദേഹത്തിന് സ്ത്രീകളെ വളരെ വളരെ പുച്ഛമായിരുന്നു മഹിഷാസുരന്. അപ്പൊ ശരീരബലമില്ലാത്ത അബലകള്, അല്ലെ, നിസ്സാരക്കാര്. അപ്പം ഒരു മാതൃ ഗർഭത്തിൽ നിന്നാണ് മഹിഷാസുരനും ജനിച്ചതെന്നോ തന്റെ അമ്മയെ ബഹുമാനിക്കണമെന്നോ ഒന്നും അറിയില്ല. അപ്പൊ ഏറ്റവും പുച്ഛം സ്ത്രീകളെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, മഹിഷാസുരൻ തപസ് ചെയ്യുന്നപ്പോ എന്താണ്, ഇദ്ദേഹത്തിന്റെ ശരീരബലം മാത്രമല്ല, എത്ര വർഷം ചെയ്യാനും ഇദ്ദേഹത്തിന് മടിയില്ല. അപ്പോ തപസ് ചെയ്തപ്പോ ഇതുപോലെ വീണ്ടും ഈശ്വരൻ പ്രത്യക്ഷപ്പെടുകയും തപസ്സിന് എന്താണ് ഫലം വേണ്ടതെന്ന് ചോദിച്ചപ്പോ, ലോകത്തിൽ ആരുടെ കയ്യിൽ നിന്നും ഒരു വസ്തുവിൽ നിന്നും മരണം സംഭവിക്കരുത്, പിന്നെ ഒരു പെണ്ണിനെ ഞാൻ ശത്രുവായിട്ട് കരുതിയിട്ടേ ഇല്ല, അവ കാണാൻ പറ്റില്ല എനിക്ക്. കാരണം സ്ത്രീകളുടെ കൈകൾ കൊണ്ട് മരിക്കരുതെന്ന് പറയുന്നത് പോലും എനിക്ക് അവമാനമാണ്. കാരണം ഒരു സ്ത്രീ എന്നെ കൊല്ലുകയെ,
എന്റെ 7 അയലത്ത് വന്ന് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു പെണ്ണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വരം ചോദിക്കാൻ മടിയാണ്. ബ്രഹ്മാവിനോട് പറയാണ്, എനിക്ക് ആ പേര് പോലും പറയരുത്. കാരണം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഇത്രയും ബലശാലിയായിരിക്കുന്ന ഞാൻ അവരുടെ മുമ്പിൽ കൊച്ചാവുകയല്ലേ. എനിക്ക് സ്ത്രീ എന്ന ഒരു വാക്ക് പോലും കേൾക്കണ്ട. കാരണം എന്റെ പട്ടികയ്ക്കകത്ത് അത് വരുന്നേ ഇല്ല. കാരണം എനിക്ക് ശത്രുവായിട്ട് കാണാൻ പറ്റില്ല. അയ്യേ, ഒരു സ്ത്രീയെ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ, അയ്യേ ഇത് എന്നോട് പറയുന്നു. മഹാബലി പറഞ്ഞ പോലെ 3 അടി മണ്ണ് ചോദിച്ചപ്പോഴത്തേക്ക് ഭഗവാൻ വാമനനായിട്ട് വന്നു. എനിക്ക് ബ്രഹ്മചാരിയാണ്, മഹാബലിയാണ്, അല്ലെ, മഹത്തായി ഇത്രയും എന്താ പറയാ ഒരു വിസ്തീർണമുള്ള രാജ്യമുള്ള എന്നോട് എന്താണ് അങ്ങ് ചോദിക്കുന്നത്? വെറും 3 അടി. നോക്കൂ, അവിടെയും ഈഗോ വന്നു. ആ അസുരന്മാർക്കെല്ലാം ഉള്ളതാണ് ഈഗോ എന്നുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് ശരി ഞാൻ അളക്കാന്ന് പറഞ്ഞത്. വന്ന ആളിന്റെ ആ കുള്ളനായിട്ട് വന്നത് ഈ ത്രിവിക്രമനാണെന്ന് അറിയുന്നില്ല. ചില സമയത്ത് തമസ് അവരുടെ മനസ്സിനെ മൂടും. അതുപോലെ ഈ മഹിഷാസുരൻ പറയാണ്, ഒരു സ്ത്രീയുടെ കാര്യം പറയേ വേണ്ട ബ്രഹ്മാവേ, ഞാൻ ആ സ്ത്രീകളുടെ പേരൊന്നും അതിനകത്ത് ഇടുന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഓരോന്നും എണ്ണി എണ്ണി പറയുന്നുണ്ട് പ്രപഞ്ചത്തില്. അത് ഇത് മറ്റത് മറിച്ച് എന്താ പറയാ, ഒരു സാധനം പോലും വിടാതെ ഇതിൽ ഒന്നിലും നിന്നും എനിക്ക് മരണം ഉണ്ടാവരുത്. അപ്പോ ആ എന്താ പറയാ, ആ പെണ്ണെന്നുള്ള ആ എൻറ്റിറ്റിയെ വിട്ടു, അല്ലേ? അതുകൊണ്ട് തന്നെ അത് മരണം ഉറപ്പായിട്ട് അയാളുടെ വാക്കിൽ തന്നെ അത് ഉറപ്പായി കഴിഞ്ഞു. ഒരു സ്ത്രീയുടെ കൈ കൊണ്ട് മരിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ തന്നെ എന്തായി? ആ എടുത്തു പറഞ്ഞപ്പോ അങ്ങേരുടെ നാക്കിൽ വന്നത് തന്നെ സ്ത്രീ എന്നാണ്. അപ്പൊ ആ സ്ത്രീയുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും മരണമെന്ന് ആ വാക്ക് തന്നെ ഉറപ്പാക്കി. ആ ഓപ്ഷൻ വിട്ടുകളഞ്ഞു, സ്ത്രീയുടെ കൈയുണ്ട്. കാരണം അത്രയും മോശമാണ് എനിക്കെന്ന് പറഞ്ഞപ്പോ. അപ്പൊ എവിടെയാ ആ ഒരു ഡെസ്റ്റിനി വന്നത്? ബാക്കി എല്ലാം പറഞ്ഞു. നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ സ്ത്രീ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായിട്ട് വന്നത്. അപ്പൊ മഹിഷന് അത് അറിയില്ലായിരുന്നു. ഈ മഹിഷനെ സംഹരിക്കാൻ വന്ന എല്ലാ മൂർത്തികളുടെയും തേജസ്സോടുകൂടി ദേവി അങ്ങനെ ആവിർഭൂതയായത് ഈ മഹിഷനെ കൊല്ലാനാണ്. കാരണം ദേവിയുടെ രൂപം കണ്ട് പൊട്ടിച്ചിരിച്ച മഹിഷൻ ഈ സ്ത്രീയാണോ എന്നോട് മത്സരിക്കാൻ വരുന്നതെന്നാ ചോദിച്ചത്. അയാളും പെൺരൂപം എടുത്തു ഉടനെ. കാരണം ഇത്രയും മായാവിയാണ്. അസുരന്മാരെല്ലാം മായയിൽ കൊണ്ട് കളിക്കുന്നവരാണ്. ഉടനെ ഒരു സ്ത്രീ രൂപം എടുത്തു, ദേവിയുടെ മുമ്പിൽ വന്നു നിന്നു. അപ്പൊ ആദ്യം എടുത്ത സ്ത്രീ രൂപം എന്താണ്? ആ സ്ത്രീ രൂപത്തിന് ദേവിയുടെ മുമ്പിൽ വന്നു നിന്നു. അതിനുശേഷം മായാജാലത്തിൽ വേറെ ഓരോരോ രൂപങ്ങൾ എടുത്ത് ദേവിയുടെ മുമ്പിൽ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പേ തന്നെ വലിയ പടത്തലവന്മാരായിരിക്കുന്ന കുറെ ആൾക്കാരെ അയച്ചു. ചിക്ഷുരൻ, ചാമരൻ, ഉദഗ്രൻ, ഇല്ലേ, അസലോമൻ, നമ്മൾ കേട്ടിട്ടുണ്ട് ദേവി മഹാത്മ്യത്തിൽ. ഭാഷ്കളൻ, ഇവരെ എല്ലാം അയക്കുകയാണ്. ഇവരെല്ലാം യമപുരിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത സെറ്റ് ആൾക്കാരെ അയച്ചു, അന്ധകൻ, ഉഗ്രവീരൻ തുടങ്ങിയവരെ. അപ്പൊ അംബികയായിരിക്കുന്ന ദേവി ഇവരെയെല്ലാം ഇത്രയും പേരെ കൊല്ലാൻ കഴിവുള്ളതാണ് എന്നിട്ടും ആ ഒരു ചിന്ത മഹിഷാസുരന്റെ ഉള്ളിൽ വരുന്നില്ല. അപ്പൊ ഓരോരുത്തരായിട്ട് പോയിട്ടും അവസാനം എന്താ? മഹിഷാസുരൻ മാത്രമായി. മഹിഷാസുരൻ സ്ത്രീ രൂപത്തില് ജഗദംബികയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നേരിട്ട് കാണുകയാണ് രണ്ടുപേരും തമ്മില്. ദേവിയുടെ മുമ്പിൽ വന്നു. കണ്ടിട്ട് പോലും അവന്റെ തമോ ഗുണ പ്രധാനമായിരിക്കുന്ന അഹങ്കാരം വിട്ടുപിരിഞ്ഞില്ല, ദേവിയെ നേരിട്ട് കണ്ടിട്ട്. അതാണ് ഈ എന്താ പറയാ അസുരന്മാരുടെ ഒരു എന്താ പറയാ അവരുടെ തന്നെ നാശത്തിന് കാരണമായിരിക്കുന്ന കാരണം. പല രൂപങ്ങൾ മാറി മാറി എടുത്തു. സിംഹമായി, ആനയായി, പുലിയായി, നരിയായി തുടങ്ങി ശൂരപത്മൻ മുരുക പെരുമാളിന്റെ മുമ്പിൽ പല പല വേഷങ്ങൾ എടുത്ത പോലെ മഹിഷാസുരനും എന്ത് ചെയ്തു? പല പല രൂപങ്ങൾ എടുത്ത് അമ്മയുടെ മുമ്പിൽ. അമ്മ ഇതെല്ലാം ഒരു നാടകം പോലെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ അവന്റെ അട്ടഹാസങ്ങൾ സഹിക്കാൻ വയ്യാതെ ആ ഒരു അദ്ദേഹത്തെ എന്താ പറയാ മുകളിലേക്ക് എടുത്ത് പൊക്കി എറിഞ്ഞു. താഴെ വീണതും അവന്റെ മുകളിൽ കയറി നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ തലയിൽ നിന്ന് നൃത്തം ചെയ്യുന്ന പോലെ തല അറുത്ത് മഹിഷാസുരമർദിനി എന്നുള്ള ദേവി തന്റെ ശത്രുവിന്റെ നാമത്തില് ഈ ലോകത്തിൽ അറിയപ്പെട്ടു. ആ തല അറുക്കുന്ന സമയത്ത് അമ്മയുടെ നന്ദകം എന്ന് പറയുന്ന വാള്, ആ ജ്ഞാനത്തെ കൊടുക്കുന്ന മൂന്നാമത്തെ ജ്ഞാന കണ്ണുള്ള വാള് കൊണ്ടാണ് തല അറുക്കുന്നത്. കാരണം ഈ മഹിഷത്തെ ചവിട്ടിയപ്പോ തന്നെ ആ മുകളിലോട്ട് പൊക്കിയിട്ട് താഴെ വന്ന് അമ്മ ചാടി അതിന്റെ ആ ഒരു തള്ളവിരൽ കൊണ്ട് തലയിൽ അമർത്തിയപ്പോ തന്നെ എന്താ പറയാ, ആ തല അറുക്കുമ്പോ തന്നെ അവിടുന്ന് വേറൊരു പുരുഷ രൂപം ഇറങ്ങി വരുന്നുണ്ട്. കാരണം എങ്ങനെയൊക്കെ കൊന്നാലും ഈ ആസുരിക ശക്തി ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാകുമെന്ന് കാണിക്കുകയാണ്. അപ്പൊ ദേവി എന്ത് ചെയ്തു? ആ ഇറങ്ങി വന്ന ഒരു ശരിക്കുള്ള മഹിഷാസുരൻ അതിനകത്തുനിന്ന്, അതിനെയാണ് നമ്മൾ സെൽഫ് എന്ന് പറയുന്നത്. ആ രൂപത്തിൽ മഹിഷാസുരന്റെ രൂപത്തിൽ ഒരു പുരുഷനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ പുരുഷനെ ദേവി തന്റെ
നന്തകം എന്ന് പറയുന്ന മൂന്നാം കണ്ണ്, ആ ഒരു ജ്ഞാന ഖഡ്ഗം കൊണ്ട് ആ തലയറുക്കുന്നു. ആ തേജസ് അമ്മയിൽ തന്നെ വിലയം പ്രാപിക്കുകയാണ്. കാരണം മഹിഷാസുരൻ എന്ന് പറയുന്നത് ഒരു മുനിയായിരുന്നു, ഇല്ലേ? അദ്ദേഹത്തിന്റെ അനേക ജന്മത്തെ തപസ്സിന്റെ ഫലമാണ്. ഒരു ചെറിയ ഒരു എന്താ പറയാ അഹങ്കാരം കൊണ്ട് അദ്ദേഹം ചെയ്ത തെറ്റായിട്ടുള്ള പ്രവൃത്തി കൊണ്ടാണ് മഹിഷാസുരനായിട്ട് തീർന്നത്. അപ്പൊ അങ്ങനെ ആ ദേവി തന്നെ നേരിട്ട് വന്ന്, അപ്പൊ നമ്മൾ ചെയ്ത തപസ്സിനോ നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല. അത് വേറെ ആരുമല്ല വന്നത്, 30 മുക്കോടി ദേവകളുടെ ശക്തി സംഭരിച്ച സാക്ഷാൽ പരാശക്തി തന്നെ നേരിട്ട് വന്ന് ആ ചെയ്ത തപസ്സുകളുടെ ഫലമായിരിക്കുന്നതെല്ലാം തന്നെ കൊടുത്തിട്ട് ആ ഒരു ശിവ ജ്യോതിസില്, അമ്മയുടെ ഉള്ളിലിരിക്കുന്ന ശിവ ചൈതന്യത്തിൽ ലയിപ്പിക്കുക ചെയ്തത്. അപ്പോ മഹിഷമർദിനി എന്ന് പറയുമ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളിലും വിഷ്ണു ദുർഗയായിട്ട് നിൽക്കുമ്പോഴും മഹിഷന്റെ തലയിൽ ആ ദേവി ചവിട്ടി നിൽക്കുന്നത്. പല സ്ഥലത്തും ദേവിക്ക് 10 കരങ്ങള്, പുറമെ ഗണേശൻ, സുബ്രഹ്മണ്യനൊക്കെ ദേവിയെ നോക്കി നിൽക്കുന്നതായിട്ടാണ് പല പ്രതിഷ്ഠകളും കാണപ്പെടാറുണ്ട്. ദുർഗാദേവിയുടെ തലയുടെ പിൻഭാഗത്തായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആഗമങ്ങൾ അനുസരിച്ച് സദാശിവ രൂപം വെച്ചിട്ടുണ്ടാവും. ഏത് ക്ഷേത്രത്തിൽ ദേവി പ്രതിഷ്ഠയുണ്ടോ ഏതെങ്കിലും രൂപത്തിൽ അത് പൂജ ചെയ്യുന്ന പൂജാരിമാര് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. ശിവൻ ഇല്ലാതെ ദേവി ഇല്ല. ഇപ്പൊ ദുർഗ എന്ന് പറഞ്ഞാലും പാർവതി എന്ന് പറഞ്ഞാലും ലക്ഷ്മി എന്ന് പറഞ്ഞാലും ഇതൊക്കെ പല പല ഭാവങ്ങള്. ശിവൻ വിഷ്ണുവായിട്ട് കാണും അവിടെ, ഇവിടെ സദാശിവനായിട്ട് കാണും. ശൈവത്തില് ശൈവ രൂപത്തില്, വിഷ്ണുവിന്റെ ഭാവം വരുമ്പോ വൈഷ്ണവ രൂപത്തില്, എവിടെയും ഭഗവാന്റെ ഇതില്ലാതെ ആ ചൈതന്യം, ആ സ്റ്റാറ്റിക് എനർജിയിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ശിവനെ വെക്കാറുണ്ട്. ചിലപ്പം നമ്മൾ അദൃശ്യമായിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ദുർഗാദേവിയുടെ പിൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ ആഗമ നിഗമങ്ങൾ അനുസരിച്ചാണ് പ്രതിഷ്ഠകളെല്ലാം നടക്കുന്നത്, അല്ലെ? അപ്പൊ സദാശിവ രൂപം വെച്ചിട്ടുണ്ടാവും. ഇനി രൂപങ്ങൾ വച്ചില്ലെങ്കിൽ തന്നെ അങ്ങനെ സങ്കല്പിക്കണമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അവര് പൂജ ചെയ്യുമ്പോൾ, അകത്ത് പൂജ ചെയ്യുമ്പോൾ ശിവനെ കൂടെ സങ്കല്പിച്ചായിരിക്കും പൂജ ചെയ്യുക. കാരണം ദേവി ജ്യോതി സ്വരൂപം. ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതി സ്വരൂപമാണ്. അതിന് രൂപം കൊടുത്താൽ അത് ദുർഗാദേവി ആയിരിക്കും. അപ്പൊ ദുർഗാദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വെളിയില് ഗണപതി, സുബ്രഹ്മണ്യൻ ഒക്കെ കാണും. കാരണം ദേവി നിൽക്കുന്നത് മഹിഷന്റെ തലയുടെ മുകളിലാണ്. 10 കരങ്ങൾ വിടർത്തി നിൽക്കണു. മുകളിൽ സദാശിവ രൂപം. ഇതിനൊക്കെ ഒരു താന്ത്രികമായിട്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ഈ മഹിഷൻ എന്ന് പറയുന്നതിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പുരാണങ്ങളില് അല്ലെങ്കിൽ കഥകളില്, അല്ലെ, മോറൽ സ്റ്റോറീസിലൊക്കെ നമ്മൾ എല്ലാറ്റിനും കഥാകാരൻ ചിത്രീകരിക്കുന്ന എന്താണ്? അതിലൂടെയാണ് നമ്മൾ ഈ ധർമ്മങ്ങളും സനാതന സത്യങ്ങളെയൊക്കെ അറിയുന്നത്. അപ്പൊ നമ്മൾ ആചരിക്കേണ്ട നിത്യധർമ്മങ്ങളൊക്കെ വരച്ചു കാണിക്കുന്നത് ഇതിലൂടെയാണ്. അപ്പൊ അതിൽ നമ്മൾ സിംബോളിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക, അല്ലെ? ഓരോ പടങ്ങൾ നമ്മളെ കാണിച്ചിട്ട് അതിന്റെ സിംബോളിസം എന്താണ്, അതിന്റെ ഒരു തത്വം എന്താണെന്ന് അറിയാൻ വേണ്ടി ആ പടങ്ങളെയൊക്കെ നമ്മൾ വരച്ച് കാണിക്കുന്നത്. നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള എല്ലാം അങ്ങനെയാണ്. അപ്പൊ അതിന് പുറകിലെ തത്വം അതാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ എരുമ തലയുള്ള ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ദേവന്മാരുടെ ശക്തി ആവാഹിച്ചു വന്നു. ദേവിക്കത് അങ്ങനെയൊന്നും വരേണ്ട ആവശ്യം ദേവിക്കില്ല. അമ്മ ഒന്ന് വിചാരിച്ചാൽ മതി, അല്ലെ? ആ ആയുസൊക്കെ ഈ കാലൻ എന്ന് പറയുന്നത് എന്താ പറയാ, യമധർമ്മൻ സാക്ഷാൽ പരമശിവനാണ്. ഇതിന്റെയൊക്കെ നമ്മൾ ഈ സിംബോളിസം മനസ്സിലാക്കണം. കാരണം ഇയാൾക്ക് മനുഷ്യ ശരീരമുള്ള എരുമയുടെ തലയുള്ള അങ്ങനെ എന്തുകൊണ്ട് വന്നു, ഇല്ലേ? അപ്പോ ആ നമ്മളെ ഈ എന്താ പറയാ, എരുമയുടെ തല, മനുഷ്യന്റെ കാല് രണ്ടല്ലേ ഉള്ളൂ, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മൾ ഇതിൽ ലോജിക്കായിട്ട് ഒന്നും ചോദിക്കരുത്. കാരണം ഇത് കഥയാണ്, സിംബോളിസമാണ്, ഇതിന്റെ പുറകിലെ തത്വമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ എരുമ തലയുടെ അടയാളം എന്താണ്? ഒരു എരുമ സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്താണ്? അതൊന്ന് ചിന്തിച്ചാൽ മതി. അതിന് വലിയ ബുദ്ധിയില്ല, അല്ലെ? എന്നാ തനിക്ക് ബുദ്ധിയില്ല എന്നുള്ള സത്യം അതിന് മനസ്സിലാക്കിയിട്ടുമില്ല. എരുമകൾ നടക്കുന്ന കണ്ടിട്ടില്ലേ നമ്മള്? നിരത്തി കൂടെയൊക്കെ തല ഉയർത്തിപ്പിടിച്ച്, അല്ലെ? തല ഇങ്ങനെ എല്ലാ സാധാരണ പശുക്കളും കാളകളും ഒക്കെ പോകുന്ന പോലെയല്ല എരുമ പോകുന്നത്. എരുമയെ നമ്മൾ പ്രത്യേകം നോക്കണം. തല ഉയർത്തിപ്പിടിച്ച്, ആ തലയിൽ ഒന്നും ഇല്ല, പക്ഷെ വെറുതെ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്, അല്ലെ, ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇടവും വലവും ഒന്നും നോക്കത്തില്ല. അതുകൊണ്ടാണ് പോത്തിനെ പോലെ ആവരുതെന്ന് പറയുന്നത്. ഒരു കാറ് വരുവോ, ഇല്ലെങ്കിൽ അതിനെ തട്ടുമെന്നോ, ഇല്ലെങ്കിൽ ചുമന്ന തുണി കാണുമ്പോൾ മാത്രമാണ് അത് വരണ്ട് ഓടുന്നത്. അല്ലെങ്കിൽ എന്താ, ഒന്നും ശ്രദ്ധിക്കില്ല. അപ്പുറവും ഇപ്പുറവും ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ചില പശുക്കളൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ നിൽക്കും, ശ്രദ്ധിച്ചാൽ അത് അപ്പുറത്ത് പോകുന്ന ചില ജീവികൾ. പക്ഷെ എരുമ അങ്ങനെയല്ല. എവിടെ പോണെന്നറിയില്ല, എവിടേക്കാണോ പോകുന്നത് അങ്ങോട്ട്. ആരെങ്കിലും തടസ്സം വന്നാലോ കുത്തി മാറ്റും. തല ഇങ്ങനെ ചുമ്മാ ഉയർത്തി പിടിച്ചേക്കും, അല്ലെ? ആ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു പോക്ക്.
എവിടെ അതിന് ലക്ഷ്യമില്ല, എവിടെയെങ്കിൽ എവിടെ എല്ലാം. പക്ഷെ പോകുന്നതോ എല്ലാം അറിയുന്ന ഒരു ഭാവത്തില് തല ഉയർത്തിപ്പിടിച്ച് എരുമ നടന്നു നീങ്ങുന്നത് നമ്മൾ നോക്കണം. അപ്പൊ ഇതാണ് സാധാരണ ഈ പറയുന്ന പ്രപഞ്ചത്തിൽ വന്ന നമ്മളെ പോലുള്ള ഓരോരുത്തരുടെയും വിചാരം. നമ്മള് എന്താ പറയാ, ആ ഒരു ഒന്നിനെ കുറിച്ചും അറിയാതെ എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്ന് അറിഞ്ഞതിനെയൊക്കെ വെച്ച് തല ഉയർത്തിപ്പിടിച്ച് എനിക്ക് എല്ലാം അറിയാം, എന്നോട് ആരും തർക്കിക്കാൻ വരണ്ട, ഞാൻ പറയുന്ന മാത്രമാണ് ശരി എന്ന് പറയുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ മുമ്പിൽ, അല്ലെ? ഒന്നും അറിയില്ല, പക്ഷേ ഞാൻ ആരെയും കീഴ്പ്പെടില്ല, എനിക്ക് ആരെയും കീഴ്പ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ള അഹംഭാവത്തിന്റെ പ്രതിരൂപമാണ് മഹിഷൻ. അറിവില്ലായ്മ തന്റെ ഉള്ളിൽ ഉണ്ടെന്ന് അറിയാതെ ജീവിക്കണ ഒരു ജീവൻ. നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് അറിവില്ലായ്മയാണ് 95%. 5% പോലും അറിവില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് മെറ്റീരിയൽ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അറിവ്. ഈ പറയുന്ന ആത്മബുദ്ധിയോടുകൂടി ഈ കാണുന്നത് ഒന്നും സത്യമല്ല, അല്ലെ? ഈ സത്യം നമ്മുടെ എപ്പോഴും ഉള്ളിൽ വരുന്നോ തല കുനിയും, അല്ലെ? ഇതിന്റെ ഒരു നിയാമക ശക്തിയുടെ മുമ്പിൽ തല കുനിച്ച് ഗർഭഗൃഹത്തിൽ കയറുമ്പോ തറ തൊട്ട് വന്നിച്ച് തല കുനിഞ്ഞാ കയറുന്നത് ഓരോ പൂജിക്കാൻ കയറുന്ന പൂജാരിമാരും നമ്മുടെ പൂജാമുറിയിലും ഒക്കെ. പക്ഷെ ഈ എരുമയുടെ തലയിൽ ഒന്നുമില്ല. പക്ഷെ എന്താ, ഞാൻ ആരുടെ മുമ്പിലും കുനിയില്ല. ഞാൻ ശരീരബലം, അതിന് നല്ല ആരോഗ്യം ഉണ്ടല്ലേ, അതൊന്ന് കാല് വെച്ച് തട്ടിയാലോ തല വെച്ചൊന്ന് തട്ടിയാലോ തെറിച്ചു പോകും, അപ്പൊ തന്നെ മരണം ഉറപ്പാ. ശരീരബലത്തിൽ അഹങ്കരിച്ചുകൊണ്ട്, അല്ലെ, ഞാൻ ആരെയും കീഴ്പ്പെട്ടു പോവില്ല, എനിക്ക് ലക്ഷ്യമില്ല, എവിടെ പോണെന്ന് അറിയില്ല, എന്തൊക്കെയോ ഭക്ഷണം കഴിക്കും, ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിങ്ങനെ നടന്നു നീങ്ങും. എന്തിനാണ് എവിടെയെങ്കിലും കിടക്കും, ഭക്ഷണം കഴിക്കും, അതങ്ങ് നടന്നു പോകും. അതിനെ പേടിച്ച് ബാക്കിയുള്ളവർ മാറി നിൽക്കണം, അല്ലെ? അങ്ങനെയുള്ള ഒരു ജീവൻ. അപ്പൊ അതിന്റെ പ്രതിരൂപമാണ് ഈ അഹംഭാവത്തിന്റെ പ്രതിരൂപം. ഈഗോ, പൂർണ്ണമായിരിക്കുന്ന ഈഗോയുടെ പ്രതിരൂപമാണ് മഹിഷാസുരൻ. അറിവില്ലായ്മ തന്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമ്മൾ അറിയണം, എന്നാലേ നമുക്കത് മാറ്റാൻ പറ്റൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാത്തത് അജ്ഞാനം. അപ്പൊ ഭാരതിയാർ പറയുന്ന പോലെ എനിക്കിന്ന് കഞ്ഞി കുടിക്കാനേ ഉള്ളൂ. എന്താണ് അതിന് കാരണം? എല്ലാവർക്കും ഐശ്വര്യമുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഐശ്വര്യം വന്നില്ല? ഇത് ആലോചിക്കണം നമ്മൾ. അതിന് പോലുമുള്ള ബുദ്ധി ഇല്ലാത്ത അവസ്ഥ. മഹിഷനെ എല്ലാം അറിയുന്നത് പോലെ തന്റെ പോക്കിൽ തടസ്സമായതിനെയൊക്കെ തല കൊണ്ട് ഇടിച്ചു വീഴ്ത്തും, ഇല്ലേ? കാരണം അത് വിചാരിക്കണം അത് ചെയ്യുന്നതാണ് ശരിയെന്ന്. ഈ മഹിഷാസുരനും എന്താ പറയാ, ഈ നമ്മളും എല്ലാം ഒരുപോലെയാണ്. നമ്മുടെ താമസ ഗുണങ്ങള്, നമ്മുടെ എപ്പോഴാണോ താമസ ഗുണങ്ങൾ നമ്മളിൽ വർദ്ധിക്കുക, അതിന്റെ മൂർത്തിമത് ഭാവമാണ് മഹിഷാസുരൻ. ഈ ഒരു താമസ ഗുണങ്ങള്, അജ്ഞാനത്തിന്റെ തമസ് അത് ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണം? ജ്യോതി സ്വരൂപിണിയായിരിക്കുന്ന ദേവി വരണം. ദുർഗാ ഭഗവതി ഒരു തേജോ പുഞ്ചമായിട്ട് ആവിർഭവിച്ചു എന്നാ പറയുന്നത്. എല്ലാ ദേവന്മാരുടെയും ജ്യോതികളിൽ നിന്ന് തമസോമ ജ്യോതിർഗമയ, എന്റെ ഉള്ളിലെ താമസ രൂപമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കാൻ ദേവി ആ ഒരു രാജസ രൂപത്തോടു കൂടി ആവിർഭവിച്ച് നിൽക്കുന്നു. അതാണ് ദുർഗാ ഭഗവതി. ഈ എന്താ പറയാ, ചില നേരങ്ങളില് ദേവിക്ക് രാജസ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂലോകത്തില് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അമ്മ എന്താ രണദുർഗ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ത് കർമ്മങ്ങൾ ശക്തിയോടുകൂടി, ആ ശരീരബലത്തോടും മനോബലത്തോടും കൂടി ചെയ്യണമെങ്കിൽ രജോ ഗുണം ഉണ്ടായിരിക്കണം. അപ്പൊ 10-ാം നൂറ്റാണ്ട് വരെ ദേവിക്ക് പ്രത്യേക സന്നിധി ഇല്ലായിരുന്നു നമ്മുടെ ഭാരതത്തില്. കാരണം ദേവിയെ ശിവനിൽ നിന്ന് പിരിക്കാൻ സാധ്യമല്ല. അപ്പൊ ശിവശക്തി ഐക്യരൂപിണിയാണ് ദേവി, അല്ലെ? കാരണം ദേവി തനിയെ പിരിഞ്ഞ് വന്നാ പിന്നെ ശിവൻ ശവം പോലെ കിടക്കും, അവിടെ ശിവനെ വച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവര് ഇപ്പൊ ശിവലിംഗത്തിലാണെങ്കിലും ശിവനും ദേവിയും ഒരുമിച്ചായിരിക്കുന്നത്. പക്ഷെ എപ്പോ തനിയെ എന്താ പറയാ, ഗർഭഗൃഹം കൊടുത്ത് ദേവിയെ തനിയെ വയ്ക്കുവോ, അപ്പോഴതിന്റെ പുറകില് ശിവൻ ഇങ്ങനെ കിടക്കുന്നതായിട്ടുള്ള രൂപമെങ്കിലും വച്ചേ തീരുള്ളൂ. കാരണം എന്താ, അനങ്ങാതെ കിടക്കാനേ കഴിയുള്ളൂ. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ ഖലു കുശല സ്പന്ദിതും അഭി, കുശലം എന്നാൽ നന്നായിട്ട് അനങ്ങാൻ പോലും പറ്റാതെ ശിവൻ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പോ ഒരു മല എങ്ങനെയാണ് ഇരിക്കുന്നത്? അനങ്ങാതിരിക്കും. പർവ്വതങ്ങളൊക്കെ എങ്ങനെയാ? അരുണാചലം എന്നല്ലേ ഇപ്പൊ പറയുന്നത്. ഒരു പർവ്വതങ്ങൾക്കും അനങ്ങാതെയാണ് ഇരിക്കുന്നത്. അപ്പൊ ശിവന്റെ പ്രാണൻ, അതായത് ആത്മാവ്, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ദേവിയാണ്. അതിനെ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല. ഒരാളുടെ ബോധശക്തിയായിരിക്കുന്ന ആ ബോധശക്തി അയാളിൽ നിന്ന് പിരിച്ചാല് അത് ജഡമായി കിടക്കും എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ദേവിക്ക് അഹോ പുരുഷിക എന്ന് ഉള്ള പേര് പറയുന്നത്. അഹോ പുരുഷിക എന്ന് പറഞ്ഞാൽ എന്താ? അഹംബോധമായിട്ടിരിക്കുന്നവൾ, പരബ്രഹ്മ ശക്തി, അതായത് പരബ്രഹ്മമായിരിക്കുന്ന ശിവന്റെ അഹം. നമ്മുടെ അഹം എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരമാണ്, ശരീരബോധമാണ് നമ്മുടെയൊക്കെ അഹം, അല്ലെ? എന്നാല് അതുകൊണ്ടാണ് നമുക്ക് പണ്ട് കാലത്ത് ദേവിക്ക് പ്രത്യേകം സന്നിധി ഇല്ലാത്ത എന്താ? ശിവന്റെ അഹംബോധം. അപ്പൊ ശിവനിൽ നിന്ന് അത് സെപ്പറേറ്റ് അല്ല. എങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും?
ശിവനിലൂടെ ചേർന്നേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ അഹത്തിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ഉള്ളിലാണത്. അപ്പോ ആ ഒരു ശിവലിംഗത്തിലെ ഐക്യരൂപമായിരിക്കുന്ന യോഗശക്തിയാണ് നമ്മള് ശിവ, SHIVA, ശിവൻ, ശിവ. ശിവ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം വരുന്നതോടെ. കാരണം ആ ശിവലിംഗത്തില് ഭഗവാനുമായിട്ട് ഐക്യമായിരിക്കുന്ന നാമരൂപങ്ങളില്ലാത്ത ലിംഗം എന്ന് പറഞ്ഞാൽ ലിംഗ്യതേ നമുക്കൊരു അടയാളം കാണിച്ചു തരുന്നു. താഴെ എന്താ ആ അമ്മയുടെ ആ ഒരു യോനി ഭാഗത്തിലെ ശിവലിംഗം, അവിടെ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരെ എല്ലാം ആവിർഭവിച്ചുകൊണ്ടാണ് ആ ശിവലിംഗത്തെ മേളിലോട്ട് വരുന്നത് അല്ലെ. എവിടെയാണോ ആ ഭൂമി തത്വം, അതായത് ആ താഴത്തെ ആ ഒരു യോനി ഭാഗത്ത് ശിവലിംഗത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഉള്ളിൽ വന്ന് അവിടുന്ന് പ്രപഞ്ചമായിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് തീരുന്നു. അപ്പൊ അവിടെ അതിന്റെ താഴത്തെ ഭാഗങ്ങളെല്ലാം നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലെ. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാര് സൃഷ്ടിസ്ഥിതി സംഹാരകരാണ് ശിവലിംഗത്തിൽ ഇരിക്കുന്നത്. അപ്പൊ യോനി പീഠം, ശിവലിംഗത്തിന് താഴെ ഇരിക്കുന്ന യോനിപീഠം ആവുടയാർ എന്ന് പറയുന്നത്, അതായത് ദേവീ സ്വരൂപമാണ്. അപ്പൊ മുകളിൽ കാണുന്ന ലിംഗഭാഗമാണ് ആകാശമായിരിക്കുന്ന ഇൻഫൈനൈറ്റ് രൂപം ശിവൻ അല്ലേ. അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? നകാരോ നൈവകാരോ നഹി ജനി മരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജ സമരസം സദ്ഗുരും. സദ്ഗുരുവായിട്ടിരിക്കുന്ന ശിവന് തത്വം മാത്രമേ ഉള്ളൂ അല്ലെ. രൂപമില്ല, ജനമരണങ്ങളില്ല, പുണ്യമില്ല, പാവമില്ല. അതുകൊണ്ടാണ് ഈ തത്വത്തെ നമ്മൾ ശിവലിംഗം എന്ന് പറയുന്നത്. അപ്പൊ താഴെ ആവുടയാറായിട്ടിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയുടെ ദേവീ സ്വരൂപവും മുകളിൽ കാണുന്ന ലിംഗഭാഗം എന്ന് പറയുന്നത് ആകാശതത്വം. ചിദംബരത്തിൽ നമ്മൾ കാണുന്നത് ആകാശതത്വം, ഒന്നുമില്ലായ്മ, മഹാശൂന്യത. ഇതിനാണ് ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ശിവൻ എന്താണ്? രൂപമില്ലാത്ത ആളാണ്. രൂപം ഏത് വേണമെങ്കിലും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ഏത് തത്വമാണോ ആ തത്വമാണ് ശിവഭഗവാൻ. ഇനി പൂജ ചെയ്യുന്ന സമയത്ത് ചെറിയ ഒരു സ്ത്രീ രൂപത്തെ ദേവിയായിട്ട് സങ്കല്പിച്ച് ശിവലിംഗത്തിന്റെ അടുത്ത് വെച്ച് പൂജ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ശിവകാമ സുന്ദരി ചിദംബരേശ്വരന് നടരാജമൂർത്തിയുടെ തൊട്ടടുത്ത നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആരാ? ശിവകാമ സുന്ദരിയാണ്. നമ്മൾ സെപ്പറേറ്റ് എടുത്ത അമ്മയ്ക്ക് വേറെ എന്താ പറയാ വേറൊരു ഗർഭഗൃഹം കൊടുത്ത് അവിടെ ഇരുത്താറുണ്ട്. സാധാരണ പണ്ട് കാലത്ത് ശിവന്റെ കൂടെ തന്നെയാണ് അമ്മ ഇരുന്നിരുന്നത്. അപ്പൊ ശിവലിംഗത്തിന്റെ അടുത്ത് വെച്ചിട്ട് അഭിഷേകമൊക്കെ കൊടുക്കാറുണ്ട്. ഇനി വെളിയിലാണ് ദേവിയുടെ സന്നദ്ധിയെങ്കിൽ എന്താ? അവിടെ ദീപാരാധന കാണിച്ചതിന് ശേഷം മാത്രമേ അകത്ത് ശിവന് ദീപാരാധന ഉള്ളൂ. നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ തത്വങ്ങള്. ദേവിയെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം. അപ്പൊ ശക്തിയാണ് പ്രപഞ്ചം. പ്രപഞ്ചം നടക്കുന്നത് ശക്തി കൊണ്ടാണ് അല്ലെ. ഇവിടുത്തെ വായു വീശുന്നത്, നമ്മൾ ശ്വസിക്കുന്നത് എല്ലാം എന്താ? ശക്തി. അവിടെ ശിവൻ ശവമായിട്ടിരിക്കണം. എപ്പോ ശക്തി ശിവനെ പിരിഞ്ഞോ ശിവൻ ശവമായിട്ട് തീർന്നു. അപ്പൊ ആ ഒരു നമ്മുടെ സങ്കല്പത്തില് നമ്മൾ കാലക്രമേണ ഈ പറഞ്ഞ 15-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോ ശിവലിംഗത്തിൽ നിന്ന് ദേവിയെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് വേറെ ഒരിടത്ത് പ്രതിഷ്ഠിക്കും. കാരണം എന്താ? ദേവിയെ കൊണ്ട് പല പല കാര്യമുണ്ട് അവിടെ ചെയ്യാനായിട്ട്. അല്ല ശിവനോട് ചേർത്ത് വെക്കില്ല. ശിവൻ ശവമായിട്ട് അവിടെ ഇരുന്നോട്ടെ. ശിവലിംഗം വെച്ച് പൂജിക്കുന്നെങ്കിലും ദേവിയെ പണ്ടൊക്കെ കൊച്ചു വിഗ്രഹം വെച്ചിട്ട് അഭിഷേകമൂർത്തി എന്ന് പറയും, ശിവലിംഗത്തിന്റെ അടുത്ത് വെച്ചിട്ടാ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നാമരൂപത്തിൽ ദേവിയെ നമുക്ക് പറയാന്നല്ലാതെ ദേവി പിരിയുന്നില്ല, ഭഗവാന്റെ കൂടെ തന്നെയായിരിക്കുന്നത്. ഇനി അങ്ങനെ നമ്മൾ സങ്കല്പിച്ച് നാമരൂപത്തിൽ പിരിഞ്ഞിരിക്കുന്ന ദേവിക്ക് എന്താ പറയുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രപഞ്ച ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിനെയാണ് നമ്മൾ ഭോഗശക്തി എന്ന് പറയുന്നത്. ഇവിടെ യോഗശക്തിയായിട്ടിരിക്കുക ശിവന്റെ കൂടെ ശിവലിംഗത്തിൽ ഇരിക്കുന്ന ദേവിയെ എന്താ പറയുന്നത്? യോഗം. അവര് രണ്ടുപേരും ചേർന്ന് പൂർണ്ണ യോഗിനിയായിട്ട് ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക, നമ്മുടെ മൂലാധാരത്തിൽ ഇരിക്കുന്ന കുണ്ടലിനി ശക്തി ആ ശിവലിംഗത്തിലെ വിട്ടിട്ട് ആ 3.5 ചുറ്റ് വിട്ടിട്ട് 3.5 അല്ലെ, ജാഗ്രത സ്വപ്ന സുഷുപ്തി സൃഷ്ടി സ്ഥിതി സംഹാരം, ആ അരച്ചുറ്റിനെയാണ് നമ്മൾ എന്താ പറയാ നമ്മൾ അത്യധിഷ്ഠ ദശാങ്കുലം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് ശേഷമുള്ള കുറച്ച് ഭാഗം, അതിനെയാണ് അരച്ചുറ്റെന്ന് പറഞ്ഞാൽ. നമ്മളിപ്പം ഓംകാരത്തില് ആ ഒരു എന്താ ഓംകാരം അകാരം ഉകാരം അകാരം കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ എന്താ പറയാ അർദ്ധചന്ദ്രൻ, പിന്നെ അമാത്ര എന്ന് പറയുന്ന ബിന്ദു. ഇതാണ് ഇവിടെ നിന്ന് ദേവി 3.5 ചുറ്റെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ 3നെ അതിക്രമിച്ചുകൊണ്ടാണ് ദേവി ആ മോളില് സർവാവസ്ഥാ വിവർജിത, എല്ലാ അവസ്ഥകളെയും തരണം ചെയ്തുകൊണ്ട് ശിവശക്തി ഐക്യ രൂപിണിയായിട്ട് മുകളില് കൈലാസത്തിൽ ചെന്ന് ഭഗവാനുമായിട്ട് ചേർന്നിരിക്കുന്നു. അപ്പൊ യോഗശക്തിയാണ് അമ്മ. ഇനി നമ്മുടെ ആവശ്യത്തിന് അമ്മയെ പിരിച്ചു വെച്ചാല് വേറൊരു ഗർഭഗൃഹത്തിൽ കൊണ്ടുവച്ചാൽ അമ്മയ്ക്ക് അവിടെ പേര് ഭോഗശക്തി, മനോന്മണി, ഉന്മനി എന്ന് പറയും. മനസ്സിനെ ഉണർത്തുന്നവൾ മനോന്മനി. നമുക്കറിയാം നാദം അല്ലെ, നമ്മുടെ മനസ്സ് എവിടെയാ അസ്തമിക്കുന്നത്? ഭ്രൂമധ്യത്തിലാണ് അല്ലെ. മനസ്സ് മനോലയ കർപ്പൂര നീരാഞ്ജനം സമർപ്പയാമി, അവിടെ സ്ഫടികലിംഗാണ്. അവിടെ ദേവിയും ശിവനും എന്താ ഹംസ രൂപത്തില്, ഹംസ അല്ല, ആ ഒരു ഗുരുവായിട്ട്
ഗുരുരൂപിണിയായിട്ട് അമ്മയും ഗുരുരൂപമായിട്ട് ഭഗവാനും ഇരിക്കണമെന്നാണ്. അതാണ് നമ്മൾ ഹം ഷം എന്ന് പറയുന്ന രണ്ട് അക്ഷരത്തിലൂടെ നമ്മുടെ ഭ്രൂമത്യത്തിൽ മനസ്സ് അവസാനിക്കണം. മനസ്സിന് മേളിലോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അവിടുന്ന് മുകളിലോട്ട് ധാരണയില്ല. അവിടെ എന്താ പറയാ, അമാത്ര കഴിഞ്ഞാൽ എന്താ ഉള്ള നിശബ്ദ ദേശമാണ്. അപ്പൊ അവിടെ അത് കഴിഞ്ഞിട്ട് എന്താ, ബിന്ദു കഴിഞ്ഞാൽ എന്താ, അർത്ഥചന്ദ്രൻ അല്ലെ, രോധിനി, ശക്തി, വ്യാപിനി, ഉന്മിനി, സമനി, 9 തലമാണ് പിന്നെ അങ്ങോട്ട് ബ്രഹ്മരന്ധ്രം വരെ. അപ്പൊ മനോന്മനി എന്ന് പറഞ്ഞാൽ എന്താ, ആ ബ്രഹ്മരന്ധ്രത്തിന് അടുത്തുള്ള ഉന്മിനി, മനോന്മനി, സമനി. ആ മനോന്മനി എന്ന് പറഞ്ഞ ഉന്മനി, മനസ്സിനെ ഉണർത്തുന്നവൾ. മനസ്സിനെ എന്താ, നിശബ്ദ ദേശത്തിൽ നമുക്ക് എങ്ങനെ ഉണർത്താൻ പറ്റും? മനസ്സില്ലാതായി കഴിഞ്ഞാല് ആ ജീവന്റെ പൂർണ്ണമായിരിക്കുന്ന ബോധതലം എന്ന് പറയുന്നത് ബ്രഹ്മരന്ധ്രത്തിലാണ്. അവിടുന്നാണ് ആ ജീവൻ പുറത്തേക്ക് എക്സിറ്റ് ആവുന്നത് ശരീരത്തില്. അപ്പം ആ ശിവന്റെ മനസ്സിനെ ഉണർത്തുന്നവളാണ് അവിടെ ശിവൻ എവിടെയാ ഇരിക്കുന്നത്? നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിലാണ് അല്ലെ, കൈലാസത്തിലാണ്, ആ സഹസ്രാര പത്മത്തിലാണ്. അവിടെ ശിവനെ ഉണർത്തിക്കൊണ്ട് അവിടെ ശിവനുമായിട്ട് ഐക്യപ്പെടുന്നവൾ മനോന്മനി. അപ്പൊ ആ ഒരു ചിന്തയോ ചലനമോ രൂപമോ ഗുണമോ ഒന്നുമില്ലാത്ത ശിവൻ, ആ പരമ്പൊരുളിന്റെ ആദ്യത്തെ സ്പന്ദമായിട്ടിരിക്കുന്നവൾ, ഫസ്റ്റ് തോട്ടായിട്ടിരിക്കുന്നവൾ, അതാണ് മനോന്മനി. ശിവൻ ഒന്നുമില്ല അല്ലെ, ആ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഫസ്റ്റ് സ്പന്ദനം ആയിട്ടിരിക്കുന്നവളാണ് ദേവി. അപ്പൊ അതൊരു ചെറിയ ചലനമായിട്ട് ശിവന്റെ ഉള്ളിലെ ചിന്തയായിട്ട് ശക്തി പുറത്തു വരുമ്പോ അതിന് സ്ത്രീയുടെ രൂപം വരുന്നു എന്ന് മാത്രം. രൂപമില്ലാത്ത, കാണാൻ പറ്റാത്ത, അറിയാൻ പറ്റാത്ത എന്തോ ഒന്ന് അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ചിന്ത പോലും വരണമെങ്കിൽ ഈ ശക്തി വേണം. അപ്പൊ നമ്മൾ ചിലപ്പോ എന്താ പറയാറുണ്ട്, ചിന്തിക്കാൻ പോലും ശക്തിയില്ലാതെ കിടക്കുന്നു എന്ന് അല്ലെ. അപ്പൊ ആ നമ്മൾ ക്ഷീണിച്ച് കിടക്കുമ്പോൾ നമുക്കൊന്നും ഓർമ്മയൊന്നും ഇല്ല, ഇനി ഒന്നും എന്നോട് ചോദിക്കില്ല, എനിക്ക് ചിന്തിക്കാൻ പോലും ശക്തിയില്ല, അങ്ങനെ കിടക്കുന്ന ആളാണ് ശിവൻ. അപ്പോ ആ ശിവന്റെ ഉള്ളില് ശക്തിയായിട്ട്, ചിന്തിക്കാൻ കഴിവ് കൊടുക്കുന്നതായിട്ട്, ചിന്താശക്തിയായിട്ട് പുറത്തു വന്ന സ്ത്രീ. അപ്പൊ മറ്റേത് പുരുഷൻ, ഇത് സ്ത്രീ അല്ലെ. കിടക്കുന്ന ആള് പുരുഷൻ, അത് മാറ്റർ, ആ എനർജി എന്ന് പറയുന്ന ചലിക്കുന്ന ആ ഓരോ സ്പന്ദനങ്ങളിലൂടെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ചലിക്കാത്ത ന്യൂക്ലിയസ് നടുക്കൊണ്ട് അതിന്റെ ചുറ്റും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറഞ്ഞ് അനേക ചലനശക്തി. ചലിക്കാത്ത ആള് ശിവൻ, ചലിക്കുന്നത് ശക്തി. നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ പറയുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റംസ്, മോളിക്യൂൾ ഒക്കെ കൊണ്ടാണ്. ആറ്റം കൊണ്ടാണ്. ആറ്റമിനെ വീണ്ടും വീണ്ടും ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആയിട്ട് തിരിക്കുമ്പോൾ നമ്മൾ ഇനി ഏത് അറ്റം വരെ പോയി കഴിഞ്ഞാലും അവസാനം വരെയും ഇത് തന്നെയാണ് തുടരുന്നത്, ശിവനും ശക്തിയും, ചലിക്കാത്തതും ചലിക്കുന്നതും. അപ്പൊ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിലെ പഞ്ചീകൃതമായിരിക്കുന്ന പഞ്ചഭൂതങ്ങള് ഈ തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ മോളിക്യൂളും ആറ്റവുമാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ശിവശക്തികളാണ് നമ്മുടെ അച്ഛൻ, അമ്മ, പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് ശിവനും ആ കാരണഭൂതയായിരിക്കുന്ന ശക്തിയായിരിക്കുന്ന ദേവിയും. ഇവര് രണ്ടുപേരുമാണ് എല്ലാം എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ശിവശക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഏത് എന്താ പറയുക, യോഗശക്തിയായിട്ടാണെങ്കിലും ഭോഗശക്തിയായിട്ടാണെങ്കിലും എങ്ങനെ അമ്മയെ കണ്ടാലും അമ്മയെ ശിവനിൽ നിന്ന് നമുക്ക് പിരിക്കാൻ പറ്റില്ല. അപ്പോ ഒന്ന് നമ്മൾ സ്ത്രീയായിട്ട് കാണുന്നു, മറ്റേത് പുരുഷനായിട്ടും ഇരിക്കുന്നു. പാൺ പെൺ എന്നുള്ളത് എങ്ങനെയെന്നുള്ളത് ഈ പ്രപഞ്ചമാകുന്നു അല്ലെ. ഈ ലോകത്തിലെ ലൗകിക ജീവിതത്തിലാണ് എല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിംഗഭേദം, പുരുഷനും സ്ത്രീയും ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടെണ്ണം സംയോജിച്ച് മൂന്നാമതൊരെണ്ണം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രം പ്രപഞ്ചത്തെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവരിങ്ങനെ രണ്ടായിട്ടിരിക്കുന്നത്. അപ്പോ എന്താണ് ശരിക്കും പറഞ്ഞാല്, ആ അനുഭവം അല്ലെങ്കിൽ ഭോഗം എല്ലാം വരുത്തുന്ന ശക്തിയാണ് നമ്മള് ഭോഗശക്തി എന്ന് പറയുന്നത്. അപ്പൊ തനിയെ പിരിഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ ദേവിയെ വച്ചിരിക്കുന്നത് കാണുകയാണെങ്കിൽ എന്ത് വേണം, നമുക്ക് വേണ്ടി ദേവി സൃഷ്ടിക്ക് വേണ്ടി മാറിയിരിക്കുകയാണ് ശിവനുമായിട്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട്. ശരിക്കും നമ്മുടെ ഉള്ളിൽ ശിവനും ശക്തിയും ഉണ്ട് അല്ലെ. നമ്മളെല്ലാം അർദ്ധനാരീശ്വരന്മാരാണ്. ആ പിങ്കള നാടി, നമ്മുടെ ഒരു സൈഡ് വലതുഭാഗം ശിവനും ഇടതുഭാഗം ശക്തിയാണ്. അപ്പൊ നമുക്കിത് അറിയണമെങ്കിൽ എന്ത്, നമ്മൾ കാണുന്നത് പുറത്തെ നാമരൂപങ്ങളിൽ ഒരു പുരുഷൻ പുരുഷന്റെ രൂപത്തിലും സ്ത്രീ സ്ത്രീയുടെ രൂപത്തിലും. അപ്പൊ നമുക്ക് ഭോഗം, ഈ ഭോഗിക്കുന്നുള്ള പ്രപഞ്ചം ഉണ്ടാവണമെങ്കിൽ രണ്ട് വേണം. ആ ഡ്യുവാലിറ്റി ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ചേരുമ്പോൾ മൂന്നാമതാവും. അപ്പൊ നമുക്ക് നമ്മുടെ കണ്ണില് ഈ ഭൗതിക നേത്രങ്ങളിൽ കൂടെ നോക്കുമ്പോ രണ്ടാണ്, പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഇത് രണ്ടും ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ശിവനും ശക്തിയും ഇല്ലാതെ നമ്മൾ ഓരോ ജീവനും ഇല്ല. അപ്പൊ ഭോഗശക്തി എന്ന് പറയുന്ന ദേവി, ആ യോഗശക്തിയായിരുന്ന അമ്മ നമുക്ക് വേണ്ടി, പ്രപഞ്ചത്തിന് വേണ്ടി, തന്റെ മക്കളെ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്റെ ഭർത്താവായിരിക്കുന്ന ശിവനിൽ നിന്ന് പിരിഞ്ഞു വന്ന് വേറൊരു ശരീരം സ്വീകരിച്ചതാണ് സ്ത്രീ എന്ന് പറയുന്ന അഹോ പുരുഷിക. അഹം എന്ന് പറയുന്ന ആ ഭാവത്തില് ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഇതം എന്ന് പറയുന്ന ദേവി പുറത്തു വന്ന ആ ഒരു പെൺ വടിവത്തില്
ഒരു സ്ത്രീയുടെ രൂപം എടുത്തു എന്നർത്ഥം. അപ്പൊ യോഗശക്തിയായിട്ട് ഭഗവാന്റെ ഉള്ളിൽ ഇരുന്നപ്പോ പിരിഞ്ഞ് പുറത്തു വന്നപ്പോ ഭോഗശക്തിയുമായിട്ട് തീർന്ന ദേവി. ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഈ ഭോഗശക്തി അല്ലെ, അധർമ്മം നടക്കുമ്പോൾ അതിനെ എതിരിടാനായിട്ട് വീരശക്തിയായിട്ട് മാറുന്നു. അതാണ് സാക്ഷാൽ ദുർഗാ പരമേശ്വരി എന്ന് പറയുന്ന നമ്മുടെ ഈ ത്രിഗുണാത്മികയായിരിക്കുന്ന പ്രപഞ്ചത്തിനെ നോക്കി നടത്തുന്ന, പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാത്രിയായിരിക്കുന്ന, നമുക്ക് ഓരോരുത്തർക്കും ഓരോ അധിഷ്ഠാനങ്ങളുണ്ടല്ലേ. ലളിതാ ത്രിപുര സുന്ദരി എന്ന് പറയുന്ന അമ്മ നമ്മുടെ പ്രാണശക്തിയായിട്ട് മൂലാധാരത്തിൽ, ഈ അമ്മയുടെ തന്നെ പ്രകടനമാണ്. അമ്മയുടെ പല രൂപങ്ങളാണ്, അല്ലാതെ അമ്മ വേറെ ആയിട്ട് വരികയല്ല. നമ്മൾ എങ്ങനെയാണോ ഭാര്യ മക്കള്, ഒരു ഭാര്യയായിട്ട് തീരുന്ന, മകളായിട്ടിരുന്ന നമ്മൾ ഭാര്യയായി അമ്മയായി അല്ലെ, എത്ര എന്താ പറയുക പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ. അതുപോലെ ദേവി ഓരോ കർമ്മങ്ങൾക്കനുസരിച്ച് ഇതേ ശക്തി തന്നെ. അപ്പോ ആ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഇരിക്കുന്ന ആ യോഗശക്തി ഭോഗശക്തിയായിട്ട് പുറത്തു വന്ന സ്ത്രീ പുരുഷന്മാരായിട്ട് ഈ പ്രപഞ്ചത്തെ, അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും തെറ്റ് നടക്കുമ്പോൾ, പ്രപഞ്ചത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, അധർമ്മം ഉണ്ടാകുമ്പോൾ ഈ ദേവി വീരശക്തിയായിട്ട് മാറി, ദുർഗയായിട്ട് മാറി, 18 കൈകളോടുകൂടിയ ആയുധങ്ങളോടുകൂടി. എന്താ ഈ ആയുധങ്ങളെല്ലാം തന്നെ അമ്മയുടെ മന്ത്രശരീരമാണ് ഇല്ലേ. അമ്മയുടെ ആയുധങ്ങളെല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ഓരോ ചക്രങ്ങളിലും ഇരിക്കുന്ന, നമ്മുടെ ഇരിക്കുന്ന എല്ലാ എന്താ പറയാ പോസിറ്റീവ് കാര്യങ്ങളും ദേവിയുടെ ആയുധങ്ങൾ തന്നെയാ. നെഗറ്റീവ് കാര്യങ്ങളാണ് അസുരന്മാര്. അപ്പൊ അവരെ ഇല്ലാതാക്കിക്കൊണ്ട് ദേവി നമ്മുടെ ഉള്ളില് എത്ര രൂപങ്ങളാ ദേവി എടുക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഇൻഫിനിറ്റ് ആയിരിക്കുന്ന ഭഗവാന്റെ ഇൻഫിനിറ്റ് ആയിരിക്കുന്ന ശക്തി തന്നെയാണ് ഈ സാക്ഷാൽ ലളിതാംബിക എന്ന് പറയുന്ന മൂലപ്രകൃതിയായിരിക്കുന്ന അമ്മ. ആ അമ്മ അനേക നാടകങ്ങളും അമ്മയെ തന്നെ ഉണ്ടാക്കിയ പ്രപഞ്ചത്തില് അനേക നാമരൂപങ്ങൾ എടുത്ത് ഓരോ രീതിയിലും വന്ന് അമ്മയായിട്ട് അല്ലെ, അമ്മയായിട്ട് തന്നെ എവിടെ ദേവി വന്നാലും അമ്മയാണ്. ഈ പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം അമ്മയാണ്. അപ്പൊ തായായിട്ട്, ജനനിയായിട്ട്, ശ്രീമാത്രേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, ഏത് വിളിച്ചാലും, ജഗദംബിക എന്ന് വിളിച്ചാലും ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടമുള്ള നാമം എന്താണ്? അമ്മ. അമ്മ തന്നെയാണ്. അപ്പൊ ഭക്തരുടെ മാനസത്തിൽ വിളിക്കുമ്പോൾ ഓടി വരാനായിട്ട് നമ്മുടെ കൂടെ അല്ലെ, എപ്പം നമ്മള് ശിവനെ വിട്ട് നമ്മൾ എവിടുന്ന് വന്നോ അപ്പൊ നമ്മുടെ കൈ പിടിച്ച് വന്നതാണ് അമ്മ. നമ്മുടെ കൈ പിടിച്ച് മാത്രമേ തിരിച്ചു പോക്കുമുള്ളൂ. ആ അമ്മയെ നമ്മൾ അറിയണം, അമ്മയിലോട്ട് അടുക്കണം, അമ്മയ്ക്ക് എല്ലാം സമർപ്പിക്കണം. നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ആ ഭക്തരുടെ എന്താ പറയാ, നമ്മുടെ മാനസങ്ങളെല്ലാം തന്നെ ശുദ്ധജലമായിരിക്കുന്ന തടാകങ്ങളായി മാറട്ടെ. സത്ചിന്തകൾ മാത്രം ഉണ്ടാവട്ടെ. അവിടെ എപ്പോഴും കളിച്ചു നടക്കുന്ന ഒരു അരയന്നമായിട്ട്, രാജഹംസമായിട്ട് അമ്മ ഉണ്ടാവട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഗുരുപരമ്പര നമ്മളെ അതിനെ അനുഗ്രഹിക്കട്ടെ. സാക്ഷാൽ ലളിതാംബിക, ലളിതാ പരമേശ്വരിയുടെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.